ഞാനൊക്കെ സന്തോഷ് ട്രോഫി കഴിഞ്ഞിട്ട് ഫൈനൽ കളി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് വീട്ടിൽ പോകുമ്പോൾ 20 രൂപയാണ് വന്നത്. ട്രാൻസ്പോർട്ട് ബസ്സിൽ പൊക്കോന്നാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് ശിവൻകുട്ടി സാറിൻ്റെ അടുത്ത് പിള്ളേർ അത്ലറ്റിന് പോയപ്പോൾ കാശ്മീർ ട്രെയിനൊന്നും കിട്ടിയില്ല, ടിക്കറ്റൊന്നും ഇല്ലാന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല മക്കളാണ്, നിങ്ങൾ ഫ്ലൈറ്റിന് വന്നോന്ന് പറഞ്ഞത്. അപ്പം അത്രയും ഫെസിലിറ്റീസ് കൂടിയുണ്ട് ഇപ്പോൾ. എപ്പോഴും സുവർണ്ണകാലം നമ്മൾ പുറകിലേക്ക് നോക്കി പറയേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത്. ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്ത് കളിക്കുന്ന നല്ല പ്ലേയേഴ്സ് ഉണ്ട്. നമുക്കും കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്കും നല്ല റിസൾട്ട് ഉണ്ടാക്കാം. നമ്മുടെ സ്കൂളുകളിലെ PT പീരീഡ് വരെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. എൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കായിക വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള കാര്യങ്ങളെ പാഠ്യേതരമായിട്ട് കാണുന്നു, എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ കോ കരിക്കുലർ ആയിട്ട് കാണുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറുകളായിട്ട് വരണം എന്നല്ല, എന്നാലും ഈ കളിക്കളത്തിലേക്ക് കുട്ടികൾ വരാൻ എന്തെങ്കിലും തരത്തിൽ അവർ മടിക്കുന്നുണ്ടോ? ആ തരത്തിൽ തോന്നലുണ്ടായിട്ടുണ്ടോ? ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സ്പോർട്സ് ഏത് ഇവന്റ് ആയിക്കോട്ടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നാശമായി പോവില്ല പിള്ളേർ. വേറൊരു മയക്കുമരുന്നോ അങ്ങനെ ഒരു സ്ഥലത്തേക്കും പോകാറില്ല. ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരു വലിയ ഔപചാരികതകളൊന്നും ഇല്ലാതെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ കായിക രംഗത്ത് കേരളത്തിൻ്റെ സാധ്യതകൾ എന്ന വളരെ വിശാലമായൊരു വിഷയമാണ് ഈ ചർച്ചയ്ക്കായിട്ട് തന്നിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ IM വിജയനുണ്ട്, ഡോക്ടർ കിഷോറുണ്ട്, അഞ്ജു ബോബി ജോർജ് കൂടി ഈ സെഷനിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അവർക്കൊരു ഔദ്യോഗികമായിട്ടുള്ള പരിപാടി ഉള്ളതിനാൽ അസൗകര്യം അറിയിച്ച് വരാതിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഭാഗം മാറ്റി നിർത്തിയാൽ നമ്മൾ ഈ 2 അതിഥികളെ വെച്ച് ഇത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് കേരളത്തിലിപ്പോൾ കഴിഞ്ഞൊരു വർഷം 2025 ഉണ്ടായ 2 ചർച്ച നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കേരളത്തിൻ്റെ കായിക രംഗവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാ കാലത്തും നടക്കാറുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം സവിശേഷമായ 2 ഇൻസിഡൻ്റ് ഉണ്ടായി. ഒന്ന്, ലിയോ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നത് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ചർച്ചയാകുന്ന ഒരു വാർത്തയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു സ്പോർട്സ് ഒരു പ്രചാരണ വിഷയമായ അപൂർവമായൊരു സന്ദർഭം കൂടിയായിരുന്നു. കേരളത്തിലേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒളിമ്പിക്സിൻ്റെ വേദികളിലൊന്നായി തിരുവനന്തപുരത്തെ മാറ്റുമെന്ന് ഒരു മുന്നണി അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുകയും അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്ത ഒരു വർഷമാണ് ഈ കടന്നു പോയത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. നമുക്ക് ആദ്യം ഡോക്ടർ കിഷോർ ഗോപിനാഥിൽ നിന്ന് തുടങ്ങാം. എന്താണ് കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു കായിക ഭാവിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്, പക്ഷെ കായിക വർത്തമാനം എന്താണ്? അവിടെ നിന്ന് തുടങ്ങാം. നമസ്കാരം. ഈ വിഷയം നമ്മൾ വിഷയാധിഷ്ഠിതമായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ സാധ്യതകൾ കായിക രംഗത്ത് എന്നുള്ളതാണ് അതിൻ്റെ വിഷയം ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞതനുസരിച്ച് കേരളത്തിൻ്റെ നമ്മുടേതായ തനതായ ഒരു കായിക സംസ്കാരമുള്ള സംസ്ഥാനമാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കായിക വളർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 2 ഘട്ടത്തിലായിട്ട് കാണാം. ഒന്ന്, സ്വാതന്ത്ര്യലബ്ധിക്ക് പിമ്പയും അതിനുശേഷവും. ഈ 2 ഘട്ടത്തിൽ നോക്കിയാലും കേരളത്തിൽ ശക്തമായ കായിക അടിത്തറ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യക്കും ലോകത്തിനും ഏറ്റവും മാതൃകയായിട്ട് തന്നെ ഒട്ടനവധി കായിക താരങ്ങൾ, ഒരു ഉദാഹരണം നമ്മുടെ അടുത്ത് തന്നെ ശ്രീ വിജയൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സംഭാവനകൾ ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. ഒളിമ്പ്യൻ അബ്ദുൾ റഹ്മാൻ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മാനുവൽ ഫെഡറിക്സ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഈ അടുത്ത കാലത്ത് വരെ വളരെ നല്ല രീതിയിൽ ഏറ്റവും അധികം അന്താരാഷ്ട്ര തലത്തിലേക്ക് കേരളത്തിൻ്റെ സംഭാവനകൾ ഏറ്റവും മികവുറ്റതാണ്. പലതരത്തിലുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളും ഉണ്ടായി. ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ചതുപോലെ വർത്തമാനം ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്യുന്നത്. വർത്തമാന സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ ഇപ്പോൾ കേരളത്തിൽ പൊതുവേ നേരിടുന്നുണ്ട്. അല്ലാതെ തന്നെ സ്പോർട്സ് കായിക രംഗത്തുള്ള വെല്ലുവിളികളുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ടതല്ല. തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് ഉപാധികളും പോംവഴികളും തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുണ്ട്. അത്തരം പോംവഴിയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ തന്നെ കേരളത്തിൽ ഇത്തവണ നമ്മുടെ കേരളത്തിൻ്റെ സ്പോർട്സ് വകുപ്പ് ആസൂത്രണം ചെയ്ത പല പരിപാടികളും മാതൃകാപരമാണ്. ഇപ്പോൾ കേരളം ഇനീഷ്യേറ്റ് ചെയ്ത ഒരു പരിപാടി എന്ന് പറയുന്നത് സ്പോർട്സ് എക്കണോമി മിഷനാണ്.
അതായത് സമ്പദ് വ്യവസ്ഥയും കായിക രംഗവുമായി ബന്ധപ്പെടുത്തുക. അത് ഏറ്റവും ഒരു മോഡേൺ, ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു ചിന്തയാണ്. ഇപ്പം നമ്മളുടെ ഏറ്റവും മുൻപന്തിയിൽ ലോകത്തിൽ നിൽക്കുന്ന രാഷ്ട്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സമ്പദ് വ്യവസ്ഥയും മെഡൽ നിലവാരവുമായിട്ട് വലിയ ഒരു താരതമ്യമാണ് ഉള്ളത്. ഇപ്പം അമേരിക്ക ആണെങ്കിലും ചൈന ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം സമ്പദ് വ്യവസ്ഥയും കായിക രംഗവുമായിട്ട് നല്ല ഒരു ബന്ധമാണുള്ളത്. അപ്പോൾ അത്തരത്തിലും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക് മിഷൻ കേരളത്തിൽ കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യമാണ്. ഇപ്പം മെസ്സിയെപ്പറ്റി സൂചിപ്പിച്ചു, അത് ഒരു പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ മെസ്സി ഇവിടെ വരുന്നത് കൊണ്ടുണ്ടാകുന്നത് ഒരു വലിയ ഒരു ഉണർവാണ്. കാരണം അവിടെ വന്ന് ഫുട്ബോൾ കളിക്കുകയും ഇപ്പം ഞാൻ തെലങ്കാനയിലാണ്, അപ്പോൾ അവിടെ മെസ്സി എത്തിയിരുന്നു. അപ്പോൾ ഈ മെസ്സി വരുന്നതിൻ്റെ ഒരു ഉണർവ് അവിടെയുള്ള എല്ലാ ഗ്രാമതലങ്ങളിൽ മുതൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. CM പോയി അവരുടെ കൂടെ പന്ത് കളിച്ചു, CM-ഉമായിട്ട് ഫുട്ബോൾ കളിക്കുകയും ചെയ്തായിരുന്നു. അവിടെ പുള്ളി തന്നെ അവിടെ ഫുട്ബോൾ കളിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ, ഗ്രൗണ്ടുകളിൽ, കൊച്ചുകുട്ടികളിലെല്ലാം ഈ പന്ത് കളിക്കണം അല്ലെങ്കിൽ സ്പോർട്സിലോട്ട് വരണം എന്നുള്ള ഒരു മനസ്സിനകത്തൊരു അതിനോടൊരു പ്രതിബദ്ധതയും സ്പോർട്സിനോടൊരു താല്പര്യവും ഒക്കെ കൊണ്ടുവരാൻ മെസ്സി അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധിച്ചിരുന്നതിനെ. പക്ഷേ അതില്ലാതെ തന്നെ അത് നല്ലവണ്ണം വരുന്നുള്ളതായിട്ടാണ് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാം. തീർച്ചയായിട്ടും വർത്തമാനകാലം വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും നമ്മുടെ ഭാവി തീർച്ചയായിട്ടും ഒരു നല്ല ഭാവി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. IM വിജയനിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ പൊതുവെയുള്ള സ്പോർട്സിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ കിഷോർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുട്ബോളിലേക്ക് തന്നെ വരിക. അപ്പോൾ ഫുട്ബോള് ഇപ്പോൾ നമ്മൾ മെസ്സിയെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്തു, മെസ്സി വരികയായിരുന്നെങ്കിൽ എന്തുണ്ടായേനെ എന്ന ചർച്ചയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അത് നടക്കാതെ പോയി. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വളർച്ച ഇപ്പോൾ ഫുട്ബോളിന് എല്ലാത്തിനും കേരളത്തിനൊരു സുവർണ്ണ കാലത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയും. സന്തോഷ് ട്രോഫി 73 നേടിയത് തൊട്ടുള്ള ഇപ്പോൾ വിജയൻ്റെയൊക്കെ ഒരു കാലം വരെയുള്ള ഒരു എപ്പോഴും സുവർണ്ണകാലം നമ്മൾ പുറകിലേക്ക് നോക്കി പറയേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത്. എന്താണ് നമ്മുടെ കേരളത്തിലെ, അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായി പോയാൽ ഇന്ത്യയിലെ ഫുട്ബോളിന് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എത്രയൊക്കെ ചെയ്തിട്ടും എന്താണ് നമ്മൾ എവിടെയും എത്താതെ, അല്ലെങ്കിൽ എത്തിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്ന സ്ഥിതി എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? നമസ്കാരം. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കൂടെ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എന്താണ്, ബംഗ്ലാദേശിൻ്റെ കൂടെ ഇന്ത്യൻ ടീം തോറ്റേ എന്ന് പറയുന്നതാണ്. പക്ഷെ ആദ്യം നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ കുറേ തോൽപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതല്ല, ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശും ബെസ്റ്റ് ടീമാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ കളിക്കുന്ന 4-5 പേരിനാണ് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവരവിടെ കൊണ്ടുവന്ന് കളിപ്പിച്ചത്. അത് പ്രീമിയർ ലീഗ് കളിക്കുന്നവരും. അപ്പോൾ എന്തായാലും നല്ല സ്റ്റാൻഡേർഡുള്ള ടീമാണ് ബംഗ്ലാദേശ്. പക്ഷെ നമ്മുടെ അവിടെ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തവർ ഒറ്റ പ്ലേയേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്ത് കളിക്കുന്ന നല്ല പ്ലേയേഴ്സ് ഉണ്ട്. നമുക്കും കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്കും നല്ല റിസൾട്ട് ഉണ്ടാക്കാം. അതൊന്ന്. പിന്നെ കേരളത്തിൽ സ്പോർട്സ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് ഞാനൊക്കെ സന്തോഷ് ട്രോഫി കഴിഞ്ഞിട്ട് ഫൈനൽ കളി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് വീട്ടിൽ പോകുമ്പോൾ 20 രൂപയാണ് വന്നത്. ട്രാൻസ്പോർട്ട് ബസ്സിൽ പൊക്കോന്നാണ് പറഞ്ഞത്. ആ സമയത്ത് ഇപ്പോൾ ഇങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് ശിവൻകുട്ടി സാറിൻ്റെ അടുത്ത് പിള്ളേർ അത്ലറ്റിന് പോയപ്പോൾ കാശ്മീർ ട്രെയിനൊന്നും കിട്ടിയില്ല, ടിക്കറ്റൊന്നും ഇല്ലാന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല മക്കളെ, നിങ്ങൾ ഫ്ലൈറ്റിന് വന്നോന്ന് പറഞ്ഞ. അപ്പോൾ അത്രയും ഫെസിലിറ്റീസ് കൂടിയുണ്ട് ഇപ്പോൾ. പിന്നെ ഇന്ത്യയിലെ ഒരു ഇത് മിക്ക സ്ഥലത്ത് ഞാൻ കളിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവിടുത്തെ ഗവൺമെൻറ് ഒന്നും ചെയ്യാത്ത ആണ് ഞാൻ കണ്ടത്. കാരണം 600 പേർക്ക് ജോലി കൊടുക്കുക സ്പോർട്സുകാർക്ക്. അത് ഇന്ന ഇവൻ്റൊന്നും ഫുട്ബോളൊന്നുമില്ല, എല്ലാ സ്പോർട്സുകാർക്കും ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പിന്നെ സന്തോഷ് ട്രോഫിയൊക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഗവൺമെൻറ് ജോലിയാണ്. കാരണം ഞങ്ങളുടെ പോലീസിൽ തന്നെ ഇഷ്ടംവരെ ആൾക്കാർ സന്തോഷ് ട്രോഫി വിൻ ചെയ്തിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഇതിലും ഇപ്പോൾ KICB ആയാലും മറ്റുള്ള ഹെൽത്തിൻ്റെ ഇതായാലും കുറേ പേർക്ക് അങ്ങനെ ജോലി. സ്പോർട്സുകാരന് ഭയങ്കരമായിട്ട് എന്താ പറയുക സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം പഴയമാതിരിയല്ല. പഴയതിപ്പോൾ എനിക്ക് നമ്മുടെ പഴയ പ്ലേയേഴ്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഞങ്ങളൊക്കെ കളിക്കും, ഞാനൊക്കെ മോഹൻ ബാലിൽ പോകുമ്പോൾ മറ്റേ ഒളിമ്പ്യർ റഹ്മാൻ സാറിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ടാണ് നമ്മളവിടെ ഇൻസ്പിറേഷൻ ആയത്. കാരണം ആൾ കളിച്ചിട്ടുള്ള കളിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഷോക്ക്. അതിൻ്റെ ഒരു കാര്യം പറയണം. അപ്പം ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ബോൾ ബോയ് ഉണ്ട്. അപ്പോൾ ആള് അച്ഛനായിരുന്നു അന്ന് അവിടെ മോഹൻ ബാലിനുള്ളത്. അപ്പോൾ റഹ്മാൻ സാറ് കളിച്ചിട്ടുള്ളത് പറഞ്ഞാൽ
ഒരു ഈസ്റ്റ് ബംഗാളും അവിടെ നിന്ന് ആ സമയത്ത് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈറ്റാണല്ലോ, അത്രയധികം ജനങ്ങളും. ആ സമയത്ത് ചുനിയോസ്വാമി എന്ന് പറഞ്ഞ ഗ്രേറ്റ് പ്ലെയറാണ്, സാറിനെ അറിയാം അല്ലേ, കൽക്കട്ടേൻ്റെ ഭയങ്കര പ്ലെയറാണ്. അപ്പോൾ ആള് ഫോർവേഡിൽ കുറേ ഗോൾ മിസ് ചെയ്തു. അപ്പോൾ ഒളിമ്പ്യൻ റഹ്മാൻ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പർ ബാക്ക് കളിക്കാൻ മോഹൻ ബഗാനാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞപ്പോൾ ഒരാൾ കുറവ് കളിക്കാനിറങ്ങിയപ്പോൾ. അപ്പോൾ റഹ്മാൻ സാറ് ഗ്രൗണ്ടിൽ വന്നാൽ അപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് ഇറങ്ങാത്തത്. അപ്പോൾ ആളെ ഗഡ്സാണ് ആലോചിക്കണേ, ചുനിയോസ്വാമിനെ പിടിച്ച് പുറത്തിരുത്തിയ ഞാൻ ഇറങ്ങാമെന്ന്. അതെങ്ങനെ നടക്കണം, ഇത്രയും വലിയ സ്റ്റാർ പ്ലെയറാണ്, കൽക്കട്ടയിലല്ല ഇന്ത്യയിലെ തന്നെ സ്റ്റാർ പ്ലെയറാണ് ചുനിയോസ്വാമി. അല്ല ഞാൻ ഇറങ്ങണില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ചുനിയോസ്വാമിനെ പിടിച്ച് പുറത്താക്കിയിട്ട് വേറെ ആളെ ഇറക്കിയിട്ട് സ്റ്റോപ്പർ ബാക്ക് ആൾ ഒരു ഗോൾ അടിച്ചാണ് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിക്കുന്നത്. അപ്പം അത്രയും ഗട്ട്സുള്ള പ്ലേയേഴ്സ് ഉണ്ടെന്ന് കേരളത്തിൽ. മനസ്സിലായി. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇൻസ്പിറേഷനായിട്ട് പോയി കളിച്ചിട്ടുള്ളതാണ് നമ്മളവിടെ. അപ്പോൾ റെഡിക്ക് നമ്മുടെ അവിടെ ഏറ്റവും ടാലൻ്റുള്ള പ്ലേയേഴ്സ് ആയാലും അത്ലറ്റ്സ് ആയാലും ഏത് ഇവൻ്റെ അടുത്തല്ലേ, വോളിബോൾ ആയാലും ബാസ്കറ്റ്, നല്ല ടാലൻ്റുള്ള പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ അവിടെ. അത് സാറിൻ്റെ നന്നായിട്ട് അറിയാനെ കുറിച്ച് പറയാൻ, കാരണം സാറ് സായല് കുറവുള്ളതാണ്. ഇപ്പോൾ സായിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് റോളാണ് ഇതിനകത്ത് വഹിക്കാനുള്ളത്? ഇപ്പോൾ സായി ആവട്ടെ, ഇപ്പം നമ്മളുടെ ഇങ്ങോട്ട് വന്ന സ്പോർട്സ് കൗൺസിലാവട്ടെ, അതിന് താഴ്ത്തു പോയാൽ സ്കൂൾ ലെവലിലുള്ള ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട് ഈ ടാലൻസിനെ കണ്ടെത്താനും അതിനെ നർച്ചർ ചെയ്യാനും പുറത്തേക്ക് കൊണ്ടുവരാനും ഒക്കെ ഇപ്പോൾ ഉള്ള സംവിധാനത്തിന് എന്താണ് ആ സംവിധാനം ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഇനി അഡീഷണൽ എഫേർട്ട് ഇടേണ്ടത് എന്നാണ് തോന്നുന്നത്? അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ഈ സ്പോർട്സ് താരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സെലക്ഷൻ ട്രയലുകളിൽ കൂടെയാണ്. സ്പോർട്സ് കൗൺസിലാണെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ജി വി രാജ സ്കൂളിലേക്കുള്ള സെലക്ഷൻസ് ഉണ്ട്, സ്പോർട്സ് ഹോസ്റ്റലിലേക്കുള്ള സെലക്ഷനുണ്ട്. അപ്പോൾ അതിനുശേഷം അതിലേക്കുള്ള ഈ പ്രതിഭ തെളിയിക്കുന്ന ഒരു പ്രാഥമിക ഘട്ടത്തിലുള്ള ജില്ലാ തലങ്ങളിൽ അല്ലെങ്കിൽ സ്കൂൾ തലത്തിലുള്ള പ്രതിഭകളെ അവർ കണ്ടെത്തി അവരുടെ മാനദണ്ഡം അനുസരിച്ച് അവരെ സെലക്ട് ചെയ്ത് ഈ ഒന്നുകിൽ സ്പോർട്സ് സ്കൂളിന് ജി വി രാജയിലോ അല്ലെങ്കിൽ സ്പോർട്സ് ഹോസ്റ്റലിലോ ആയിട്ട് മാറ്റുന്നതായിട്ടുള്ളൊരു ഇതാണുള്ളത്. പക്ഷേ ഇതിലുള്ള ഒരു വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇത് ചുരുക്കം പേരിലേക്ക് മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഇപ്പം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാഷ്ട്രമാണല്ലോ ഇന്ത്യ, കേരളത്തിലും തന്നെ അതുപോലെ തന്നെ. നമ്മുടെ യുവജനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ജനസംഖ്യയാണ്. അപ്പം അവരിൽ നിന്നുള്ള ഇപ്പം ഈ ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ടാലൻറ്റ് എന്ന് പറയുന്നത് ഈ കളിക്കാരിൽ നിന്നാണ്. കളിക്കാരെന്ന് പറയുന്നത് നമ്മുടെ മൊത്തം യൂത്ത് പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ യുവജനങ്ങളിൽ നിന്ന് ഒരു 2% പേരിലെ 2 മുതൽ 5% പേരിൽ മാത്രമേ സ്പോർട്സിലേക്ക് രംഗത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ രംഗത്തേക്ക് വരുന്നവർ അല്ലെങ്കിൽ ഒന്നുകിൽ ജില്ലാതല മത്സരങ്ങളിലോ അല്ലെങ്കിൽ സ്കൂൾ മത്സരങ്ങളിലോ ഒക്കെ വന്നിട്ട് അവിടുന്ന് ഉള്ള പ്രതിഭകളാണ് ഈ വരുന്നത്. അപ്പം ഇവരിൽ നിന്നുള്ള ടാലൻറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം മൊത്തമുള്ള യുവജനങ്ങൾ നമ്മുടെ ബേസ് ഒരു പിരമിഡൽ സ്ട്രക്ചറിലാണല്ലോ പോകേണ്ടത്. അപ്പം ബ്രോഡ് ബേസിലാണ് അതിൻ്റെ ഏറ്റവും അധികം കാതലായിട്ടുള്ള കാര്യം. അപ്പം നമ്മുടെ ഇതിൽ ബ്രോഡ് ബേസ് ചെയ്യുന്നതിനകത്ത് വലിയൊരു പരിമിതി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ സ്പോർട്സ് പേഴ്സണലെ സ്പോർട്സ്മാനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു കാറ്റഗറി ആൾക്കാരെ സ്പോർട്സ് സ്റ്റാർ അല്ലെങ്കിൽ കായിക താരങ്ങളിൽ നിന്ന് നമ്മൾ റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ അത് ചെയ്യുന്നു. അവരിൽ നിന്നുള്ള ഒരു കൂട്ടരെയാണ് നമ്മളിപ്പോൾ ഈ ടാലൻറ്റ് ഐഡൻറ്റിഫിക്കേഷനായിട്ട് വരുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്ന ഇതിനകത്തുള്ള പ്രയാസം എന്ന് പറയുന്നത് മികച്ച കായികപരമായിട്ടുള്ള കഴിവുകളുള്ള മികവ് തെളിയിക്കാനുള്ള പലരും വിട്ടുപോകുന്നു. ഒരു സ്കൂളിലൊരു 3000 കുട്ടികളുണ്ടെന്നെങ്കിൽ ഈ 3000 കുട്ടികളിൽ തന്നെ ഇപ്പം ശ്രീ വിജയൻ്റെ കൂട്ടും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള അഞ്ജുവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ നിലവാരത്തിലുള്ള ഒട്ടനവധി കായിക താരങ്ങൾ ഉണ്ട്. പക്ഷെ അവർ എന്തുകൊണ്ടോ അവരുടെ ആ പ്രതിഭ തെളിയിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അവർക്ക് സ്വയം മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം അതിൻ്റെ പ്രധാന കാര്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പം ഇതിനെ അധ്യയനത്തിൻ്റെ ഭാഗമാക്കാൻ ഇതുവരെയും അതിന് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു പരിമിതിയുണ്ട്. അപ്പോൾ അധ്യയനത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇപ്പോൾ സ്പോർട്സ് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ഇതിലെടുത്തു കഴിഞ്ഞാൽ അത് അധ്യയനത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തിലും എല്ലായിടത്തും കാണുന്നത്. ഒരു പാഠ്യേതര വിഷയമായിട്ടല്ല, പാഠ്യ വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്കുള്ള മൊത്തത്തിലുള്ള യുവജനങ്ങൾ നമുക്ക് സ്പോർട്സ് കായിക രംഗത്തേക്ക് കൊണ്ടുവരികയും അവരിൽ നിന്നുള്ള പ്രതിഭകളെ ഇപ്പോൾ ഒരു അധ്യയന രംഗത്ത് തന്നെ ഒരു സിസ്റ്റമുണ്ട്. അതിൽ ഏത് സയൻസ് ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്സ് ആണെങ്കിലും ഇതിലെല്ലാം പ്രതിബദ്ധതയുള്ളവരെ
കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റത്തിനകത്ത് മുഴുവൻ പേരും ഉള്ളതുകൊണ്ടാണ് അതിൽ നിന്നുള്ള മികവുള്ളവരെ കാണുന്നത്. അപ്പം നമ്മൾക്കുള്ള ഈ പരിമിതി നമ്മൾ ചുരുക്കം ചേരിലേക്ക് മാത്രം നമ്മുടെ പ്രതിഭ തെളിയിക്കുന്ന അതിനായിട്ടുള്ള സിസ്റ്റം ഒരുക്കുന്നു, അത് സ്കീമിലേക്ക് കൊണ്ടുവരുന്നു. ആ സ്കീം തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആൾക്കാർ വളരെ പരിമിതിയാണ്. സായിയുടെ സ്കീമുകളുണ്ട്. ഞങ്ങൾക്ക് സായിൽ ഇവിടെ ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നാഷണൽ കായിക വിദ്യാഭ്യാസ കേന്ദ്രമാണ് തിരുവനന്തപുരത്തുള്ളത്. അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഘടകങ്ങൾ മറ്റു 5 സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ഹോസ്റ്റലുകളുണ്ട്. കൂടാതെ സ്പോർട്സ് ഖേലോ ഇന്ത്യ സ്കീമുകളുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാലും നമുക്ക് വേണ്ടത്ര ഇതിലുള്ളവർക്ക് ഈ നിലവാരത്തിലുള്ള മുഴുവൻ കായിക താരങ്ങൾക്കും അവർക്ക് വേണ്ടുന്ന ആക്സസ് ടു ട്രെയിനിങ് അല്ലെങ്കിൽ ആക്സസ് ടു ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ഇപ്പം നിലവിലില്ല. അതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പോൾ കായിക ഇനങ്ങൾ പാഠ്യേതരമല്ല, പാഠ്യപദ്ധതിയുടെ തന്നെ ഭാഗമാവണം എന്നൊരു സങ്കല്പം നമ്മൾ പറയുണ്ടായല്ലോ. ഇപ്പോൾ കേരളം ആവട്ടെ ഡീസെൻട്രലൈസേഷൻ്റെ ഒരു മാതൃക ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്ത ഒരു സംസ്ഥാനമാണ്. പക്ഷേ നമ്മൾ കായിക രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ സ്കൂളുകളിലെ PT പീരീഡ് വരെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. PT അധ്യാപകരുടെ എണ്ണത്തിൽ കുറവ്, ആ അധ്യാപകർക്ക് കുട്ടികളില്ലാത്തതിനാൽ പുറത്തിരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം. അത്തരത്തിൽ നമ്മളുടെ ഒരു വിദ്യാഭ്യാസ രീതിക്കകത്ത് നിന്ന് ഈ സ്പോർട്സ് ഈ പാഠ്യമാവണം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ടോ ശരിക്കും? ഇത് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. കാരണം ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കായിക വിദ്യാഭ്യാസത്തെ അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള കാര്യങ്ങളെ പാഠ്യേതരമായിട്ട് കാണുന്നു, എക്സ്ട്രാ കരിക്കുലർ അല്ലെങ്കിൽ കോ കരിക്കുലറായിട്ട് കാണുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇതിപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു നിർവചനം എടുത്താൽ വിദ്യാഭ്യാസത്തിൻ്റെ നിർവചനത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം പ്രചാരമുള്ള ഒരു ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷനാണ്, എഡ്യൂക്കേഷൻ ഈസ് ദ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ എ ചൈൽഡ്സ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഒരു വ്യക്തിയുടെ സമഗ്രമായ എല്ലാ കാര്യങ്ങളും, അത് ബൗദ്ധികമാകട്ടെ ശാരീരികമാകട്ടെ അല്ലെങ്കിൽ ഇത് ഇമോഷണൽ ആൻഡ് അങ്ങനെയുള്ള ആധ്യാത്മിക തരത്തിലുള്ള ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന സമഗ്രമായിട്ടുള്ള വികസനമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതാണ് ഒരു എഡ്യൂക്കേഷൻ. പക്ഷേ ഇപ്പോഴുള്ള അതാണ് മൂല്യാധിഷ്ഠിതം എന്ന് പറയുന്നത്. ഇപ്പോൾ അല്ലാതെ ഇതിൻ്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ ഫാക്കൽറ്റീസ് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമ്പ്രദായമായത് എഡ്യൂക്കേഷൻ ആവുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ അതാണ് ഈ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റം പഴയ നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ ഫോളോ ചെയ്ത് നോക്കിയാലും ഒരു സ്കൂളിന് ആവശ്യമായിട്ടുള്ള ആ സ്കൂളിൻ്റെ ക്ലാസ് റൂമുകൾ പോലെ തന്നെ കളിസ്ഥലങ്ങളും വേണമായിരുന്നു. ഇപ്പം അത് എന്തുകൊണ്ടോ അത് കുറച്ച് ഡൈല്യൂട്ട് ആയതിനു ശേഷം പല സ്കൂളുകൾക്കും ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ട് കളിക്കാനുള്ള കളിസ്ഥലങ്ങളോ അല്ലെങ്കിൽ ഫിസിക്കൽ ടീച്ചേഴ്സും ഇല്ലാതായി പോകുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിനെ പൂർണ്ണമായ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കായിക രംഗത്തെ ഇത് വലിയൊരു പോരായ്മയാണ്. എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ കൂടെ തന്നെ ഇപ്പോൾ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ കായിക രംഗം എന്ന് പറഞ്ഞാൽ കായിക ശാസ്ത്ര വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. സ്പോർട്സ് സയൻസ് ആണ്. എല്ലാ ശാസ്ത്ര വിഷയങ്ങൾക്കും കായികവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശാഖയുണ്ട്. ഫിസിക്സ് ആണെങ്കിൽ ബയോമെക്കാനിക്സ് ഉണ്ട്, കെമിസ്ട്രി ആണെങ്കിൽ ബയോകെമിസ്ട്രി ഉണ്ട്, സൈക്കോളജി ആണെങ്കിൽ സ്പോർട്സ് സൈക്കോളജി ഉണ്ട്, ഇങ്ങനെ സ്പോർട്സ് ട്രെയിനിങ് മെത്തഡോളജി ഉണ്ട്, എല്ലാ ശാസ്ത്ര വിഷയങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ആ ശാസ്ത്ര വിഷയങ്ങൾ വളരെയധികം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ എയറോഡൈനമിക്സ് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ മെറൈൻ ബയോളജി പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതൊരു വിഷയമായിട്ട് തന്നെ ഒരു ശാസ്ത്ര വിഷയമായിട്ട് തന്നെ ഉൾക്കൊള്ളാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേരളത്തിൽ അത് മാറ്റം വന്ന് ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിപ്പോൾ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല മാറ്റമാണ്. അങ്ങനെ ആകുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ മറ്റുള്ള ലോകത്തിലുള്ള ശാസ്ത്ര വിഷയങ്ങൾ അല്ലെങ്കിൽ എല്ലാ മനസ്സിലാക്കുന്ന അനുസരിച്ച് സ്വന്തം ശരീരത്തെ പറ്റിയും സ്വന്തം ശരീരത്തിൻ്റെ ഘടനയെപ്പറ്റിയും അതിനകത്ത് ഉണ്ടായിട്ടുള്ള ശരീരത്തിലുള്ള മികവിൻ്റെ ഏതെല്ലാം അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും ഒരു സവിശേഷതയുണ്ട്. ഇപ്പം അധ്യയനമായിട്ടുള്ള സവിശേഷത ഒരു കുട്ടി ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലോ സയൻസിലോ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു പ്രത്യേക ഇപ്പം 40-ൽ കൂടെ ഏറെ കായിക ഇനങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ മികവ് തെളിയിക്കാനുള്ള ആന്തരികമായിട്ടുള്ള കഴിവുകൾ ആ കുട്ടി ഉണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കുക, ഇന്ന കഴിവുണ്ടെന്ന് ആ കുട്ടിയോട് മനസ്സിലാക്കി കൊടുക്കുക, അത് കളിക്കാനുള്ള ഒരു വേദി, അതിനുള്ള പരിശീലനത്തിനുള്ള ഒരു ആക്സസ് ടു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആക്സസ് ടു സ്പോർട്സ് ട്രെയിനിങ് അത് ഉണ്ടാക്കുകയാണ് കൊടുക്കുകയാണ് നമുക്ക് ഒരു സമ്പ്രദായത്തിൽ സിസ്റ്റത്തിൽ കൂടെ ചെയ്യേണ്ടത്. അത് ഈ പറഞ്ഞതുപോലെ സ്പോർട്സ് വകുപ്പിനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമല്ല. അത് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ഡീസെൻട്രലൈസേഷൻ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പഞ്ചായത്ത് തലത്തിലും അല്ലെങ്കിൽ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരുമിച്ച് കൂടി ചെയ്താൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ. ഇതിനോട് കൂട്ടിച്ചേർക്കും, ഇപ്പോൾ ശ്രീ വിജയൻ്റെ ചില വീഡിയോകളൊക്കെ നമ്മളിങ്ങനെ കാണുന്നു, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സ്കൂൾ കുട്ടികൾ
ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മുടെ വളരെ ഭയങ്കര വൈറലായ ഒരു വീഡിയോ ഒക്കെ ഓർമ്മയില്ല. അത് കൂടാതെ തന്നെ ഈ ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളോട് സംസാരിക്കുന്നത്, ഇത്തരത്തിൽ നമ്മൾ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? ഈ കുട്ടികളിൽ നിന്ന് ഇപ്പം ഈ ഒരു പ്ലേയേഴ്സായിട്ട്, ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറുകളായിട്ട് വരണം എന്നല്ല, എന്നാലും ഈ കളിക്കളത്തിലേക്ക് കുട്ടികൾ വരാൻ എന്തെങ്കിലും തരത്തിൽ അവർ മടിക്കുന്നുണ്ടോ? ആ തരത്തിൽ തോന്നലുണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോ പറഞ്ഞില്ലേ സ്കൂളിൽ PT കാര്യം പറഞ്ഞില്ലേ, ഞാൻ പറയാന്ന് വെച്ചാൽ 2 നാടൊക്കെ PT ആക്കണം. കാരണം പിള്ളേരൊക്കെ ഒന്ന് കളിച്ച് ഒന്ന് പഠിക്കാതിരിക്കുന്ന ഒരു ഉഷാറ് വേറെ ഒന്നിനും കിട്ടില്ല. പഠിപ്പ് മാത്രം നടക്കാൻ പാടില്ല. പഠിപ്പൊരു ഘടകമാണ്. കാരണം ഞാൻ ആദ്യം പഠിച്ചിട്ടൊന്നുമില്ല, 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എനിക്ക് നല്ല ജോലി കിട്ടി, പഠിക്കണം എന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷേ 24 hours പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും ബോറടിച്ചു പോകും. കാരണം അതിൻ്റെ ഉദാഹരണം പറഞ്ഞത് സാറാ, ഞാൻ ഡ്യൂട്ടി ചെയ്യാണ്, പോലീസിലുള്ളപ്പോൾ ഡ്യൂട്ടിയാണ് ലുല്ലുല്, ഞങ്ങളുടെ തൃശ്ശൂർ ലുല്ലുല് ചെയ്യുമ്പോൾ. അപ്പോൾ ബംഗാളിലും പുറത്തുള്ള IPS ഓഫീസേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ബംഗാളിലുള്ള എന്തെങ്കിലും എന്നൊക്കെ അറിയും, കാരണം ഞാൻ കൽക്കട്ടയിൽ കളിച്ചിട്ടുള്ളതല്ല. അപ്പോൾ അവർ പോലീസിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിജയൻ സാർ ഉണ്ടായിരുന്നു അവിടെ, സന്ധ്യ മേഡം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം അന്ന് വിജയൻ സാറ് ആണ് അതിൻ്റെ ചെയർമാൻ അക്കാഡമിയിലെ ഞങ്ങളുടെ. അപ്പോൾ പറഞ്ഞു അതൊന്നും വേണ്ട, നീ നാളെ തൊട്ട് നമ്മുടെ അവിടെ എയർ ക്യാമ്പ് ഉണ്ട്, ഞങ്ങളുടെ അവിടെ എയർ ക്യാമ്പ്, അവിടെ അന്ന് കമ്മീഷണറാണ് വിജയൻ സാറ്. അവിടെ പോയിട്ട് കുറേ പിള്ളേരുണ്ട് അവിടെ, ചുറ്റുവട്ടത്തുനിന്ന് കുറേ പിള്ളേരൊന്നും വന്ന് കളിക്കുന്നുണ്ട് അവിടെ, അവർക്കൊരു ക്യാമ്പ് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിനയൻ്റെ പോലീസിലുള്ള വിനയൻ ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ അവനോടാണ് കാര്യം പറഞ്ഞു. അതൊന്നും നല്ല രീതിയിൽ ഞങ്ങൾ അത് ഉദ്ഘാടനമൊക്കെ ചെയ്ത് കുറേ കൊല്ലമായിട്ടോ 10,000 കുട്ടികൾ തന്നെ ഇന്ന് വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 2-3 കിലോമീറ്റർ ചുറ്റുവട്ടമുള്ള പിള്ളേരിനെ എടുത്തുള്ളൂ. കാരണം അങ്ങോട്ട് വന്നിട്ട് പോകാൻ പറ്റണം, സൈക്കിളിൽ വന്ന് പോകാൻ പറ്റണം. അപ്പോൾ അവർ വിജയ സാറിന് ഒരു നിർബന്ധമായിരുന്നു, പ്രാക്ടീസ് കഴിഞ്ഞ് പോയിരുന്നു പഠിക്കണം, നല്ല രസം. അപ്പോൾ ആ ഏരിയ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള ഏരിയയാണ്. അപ്പോൾ ചെറുകൂടാണ് ഈ സ്ഥലം. അപ്പോൾ ക്യാമ്പ് തുടങ്ങി. അപ്പോൾ പാരൻസിൻ്റെ മാസത്തിൽ ഒരു ദിവസം പാരൻസിനെ വിളിച്ച് മീറ്റിംഗ് വയ്ക്കും. ആ ഒരു വാക്കാണ് അവരുടെ ഏറ്റവും വലിയ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആയത്. കാരണം അവർ പാരൻസ് പറയുന്നത് സാറേ ഇപ്പോൾ ഭയങ്കര സുഖമാണ്, പിള്ളേർ പ്രാക്ടീസ് കഴിഞ്ഞ് വന്നാൽ നേരെ കുളിക്കണു, പഠിക്കണു, കിടന്ന് ഉറങ്ങണു. മനസ്സിലായി, മറ്റുള്ള കൂട്ടുകെട്ടിൽ അവിടെ അങ്ങനെ ചീത്താവാൻ പറ്റിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത്രയും കൊല്ലം. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളുടെ ഇപ്പോൾ വിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ വിപിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ക്യാമ്പിൽ നിന്ന് പോയിട്ടുള്ളതാണ്. പക്ഷെ നമ്മളാരും പൈസ മേടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങളുടെ പോലീസിൽ ഉള്ള പ്ലേയേഴ്സ് ഉണ്ട്, അതായത് ഈ അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന പ്ലേയേഴ്സ് ഉണ്ട്, അവരാണ് പൈസ ശമ്പളം കിട്ടും 500 എടുത്തിട്ട് ആ ക്യാമ്പ് നടന്നു പോകുന്നത്. നമുക്ക് ആരെയും സ്പോൺസർ മേടിക്കാൻ പറ്റില്ല പോലീസ് കാരണം. അപ്പോൾ ആ ക്യാമ്പ്, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പിള്ളേർ ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ സ്പോർട്സ് ഏത് ഇവൻ്റ് ആയിക്കോട്ടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നാശമായി പോവില്ല പിള്ളേർ. അതൊരു കാരണം അവരുടെ പാരൻസിൻ്റെ സംസാരം തന്നെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ബിജു സാറ് ഭയങ്കര നിർബന്ധമായിരുന്നു, പഠിപ്പും വേണം, അതിന് പിള്ളേർ കളിക്കും വേണം, വേറൊരു മയക്കുമരുന്നോ അങ്ങനെ ഒരു സ്ഥലത്തേക്കും പോകാറില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. പിള്ളേർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്താണ്. ഞാൻ പറഞ്ഞ സ്കൂളിൽ 2 പേരുടെയൊക്കെ PT ആക്കിയാൽ മതി പിള്ളേർക്ക്. അപ്പോൾ ഇൻട്രസ്റ്റ് കൂടി വരുന്നവർക്ക് സ്പോർട്സിനോടുള്ളത്. സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം എന്താ പറയുക, എന്നെ ഭയങ്കരമായിട്ട് കൊണ്ടുവരുന്ന നല്ലൊരു സുഖമുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ എൻ്റെയൊക്കെ സ്പിരിറ്റ് എന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം എനിക്ക് ഫുട്ബോളാണ് എൻ്റെ സ്പിരിറ്റ്, ലഹരി എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ പിള്ളേർ തന്നെ ഈ ഷോർട്ട് പീരീഡിൻ്റെ ലഹരിയിലാണ് ഇപ്പോൾ ഏറ്റവും അധികം, അല്ലേ സാറേ? അപ്പോൾ അതിനൊക്കെ പോകാണ്ടിരിക്കാൻ നല്ലത് ഇങ്ങനത്തെ സ്പോർട്സ്, ഇങ്ങനത്തെ ഏത് ഇവൻ്റ് ആയിക്കോട്ടെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ ഷോർട്ട് പീരീഡുള്ള ലഹരിയാണ്. ഇത് നമ്മുടെ ലൈഫ് ലോങ് പോണ പീരീഡ്, നമ്മൾ മരിക്കണവരെ തന്നെ ഉണ്ടാവും നമുക്ക് ആ ലഹരിയായിട്ട്. ഇപ്പം ഈ കളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കളിയെ തന്നെ അയാളുടെ കരിയറോ പ്രൊഫഷനോ ആക്കാൻ പറ്റുന്നൊരു സാഹചര്യം നമുക്കിടയിലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടല്ലേ നമുക്ക് ഈ കളിക്കുന്ന ഒരാൾക്ക് നമുക്ക് ജോലി കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ IM വിജയൻ ഒരു ഫുട്ബോളറായിരിക്കുന്നു, അയാൾ ഫുട്ബോൾ കളിക്കൽ തന്നെ അയാളുടെ ജോലിയും പാഷനും ഈ കരിയറും ഒക്കെ ആവുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതല്ലേ കുറേ കൂടി നന്നായിരിക്കുക. അപ്പോൾ കുട്ടികളോട് കളിക്കുന്നതിനൊപ്പം പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കുന്നതിനൊപ്പം കളിക്കണം എന്ന് പറയുന്നതിനേക്കാളും കളി തന്നെയാണ് നിൻ്റെ പഠനം എന്ന തരത്തിലേക്ക് മാറണ്ടേ ശരിക്കും? തീർച്ചയായിട്ടും കളിക്കുമ്പോൾ തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഞാനും കളിയിലായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. പഠിപ്പിൽ കുറച്ച് കുറവായിരുന്നു. പക്ഷെ എനിക്ക് ജോലി കിട്ടി. ഇപ്പം നമുക്കൊക്കെ ഇപ്പോഴും നമ്മുടെ പോലീസിൽ ഉള്ള ജോലിയുള്ള ഒക്കെ പ്ലേയേഴ്സാണ്.
എല്ലാവരും ഉണ്ട്. ബാസ്ക്കറ്റ് ആയാലും വോളിബോൾ ആയാലും ഹാൻഡ്ബോളും സ്വിമ്മിങ് എല്ലാവരും ഉണ്ട്. പക്ഷെ അവർ ചിലപ്പോൾ MBA ഒന്നും എടുത്തവർക്ക് ജോലി ഇല്ലാണ്ട് നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളെപ്പോലെ ഇപ്പോൾ SLC അല്ലെങ്കിൽ 8ാം ക്ലാസ്, ഞാൻ 8ാം ക്ലാസ് പഠിച്ചിട്ട് ഞാനിപ്പോൾ ഒരു SP റാങ്കിലാണ് റിട്ടയർഡ് ചെയ്തത്. ചിലപ്പോൾ വേറെ ആർക്കും പറ്റിയെന്ന് വരില്ല, ഇല്ലല്ലോ. അതാണ് സ്പോർട്സിനുള്ള ഏറ്റവും വലിയ ഗുണം. ഞങ്ങളെ പോലീസിൽ തന്നെ എത്ര പേര് SSC കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ ഇവൻറ്റിൽ അവർ ബെസ്റ്റാണ്. അതാണ് പറഞ്ഞത്. പിള്ളേരിപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സാറേ പിള്ളേർക്ക് തന്നെ. ഇപ്പോൾ നമ്മുടെ അവിടെ ഒരു സെലക്ഷൻ വെച്ചു, ഫുട്ബോളിൻ്റെ ഒരു സെലക്ഷൻ വെച്ചു. ആദ്യം നമ്മളൊക്കെ സെലക്ഷന് പോകുമ്പോൾ എന്തെങ്കിലും അക്കാഡമിയിലെ അല്ലെങ്കിൽ ഒരു സെലക്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ സെലക്ഷന് പോകുമ്പോൾ നമ്മൾ പ്ലേയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പാരൻസ് വരെ വരാൻ തുടങ്ങി. കാരണം അവർക്ക് മനസ്സിലായി ഫുട്ബോളിൻ്റെ ഒരു സെലക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പാരൻസിന് തന്നെ മനസ്സിലായിട്ടുണ്ട്, ഫുട്ബോൾ കളിച്ചാൽ പൈസയ്ക്ക് പൈസ ഉണ്ട്, ഫെയിമിന് ഫെയിമുണ്ട്, ISL ഇതൊക്കെ വന്നുകൊണ്ട് പൈസയ്ക്ക് പൈസ ഉണ്ട്. അപ്പോൾ അവർ തന്നെ മനസ്സിലായി അതെന്തായാലും നന്നാവണം, നാശാവളമല്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, സ്പോർട്സിന് ഏത് ഇവൻ്റ് ആയാലും നല്ല ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല ആത്മാർത്ഥമായി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ജോലിയും ഇതൊക്കെ കിട്ടും. ഇപ്പോൾ ഈ പ്രൊഫഷണൽ ലീഗ് വന്നതിന് ശേഷം ആ അർത്ഥത്തിലൊരു മാറ്റം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിന് ഉണ്ടാവേണ്ടതായിരുന്നില്ലേ? അത് സത്യത്തിൽ ഉണ്ടായോ? നമ്മൾ പണ്ട് ഫെഡറേഷൻ കപ്പിൻ്റെ കാലത്തുള്ള അത്ര പോലും അല്ല. ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തിന് മുന്നിലും മനസ്സിലായി, ഇന്ത്യയിൽ ഫുട്ബോൾ ഉണ്ടെന്ന് മനസ്സിലായി ISL വന്ന കാരണം. കാരണം ഈ സ്റ്റാർ സ്പോർട്സിലൊക്കെ കളി കാണിക്കുമ്പോൾ അപ്പം അല്ലാണ്ട് പിന്നെ നമ്മളൊക്കെ കളി കണ്ടിട്ടുള്ളത് TV കളി കണ്ടിട്ട് റോബർട്ടോ കാർലോസ് ഒക്കെ വന്ന് ഇവിടെ കളിക്കാമെന്ന് പറയുമ്പോൾ അനേക്കൊക്കെ വന്ന് കളിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് സ്വപ്നത്തിൽ കൂടി വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ TV കണ്ടല്ലോ, അവർക്ക് മനസ്സിലായി ഇന്ത്യയിൽ ലീഗ് നടക്കുന്നുണ്ടെന്ന്. അത് വലിയൊരു ഏറ്റവും അധികം സപ്പോർട്ടേഴ്സിന് ഭയങ്കര നല്ല നല്ല കളിയാണ്. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ISL കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ് ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത്. അതുകൊണ്ട് പുതിയ പിള്ളേരോ അങ്ങനെ വന്നിട്ടല്ല കളിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ നന്നായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ കളിക്കാൻ അവർക്ക് മറ്റുള്ള ടീമിൻ്റെ കൂടെ കളിക്കാൻ പേടിയില്ലാണ്ടായി. കാരണം കളിക്കുന്ന അത്ര നല്ല പ്ലേയേഴ്സിൻ്റെ എതിരാണ് കളിക്കുന്നത്, ഒപ്പം കളിക്കുന്നതൊക്കെ. റോബർട്ട് കാർലോസിൻ്റെ എതിരെ കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ലോ. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ആത്മധൈര്യം വന്നു തുടങ്ങി. ഇപ്പം നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് തിരിച്ചു വന്നാൽ, ഇപ്പോൾ ഒരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേരളം എവിടെയാണ് നിൽക്കുന്നത്? ഇന്ന് നമുക്ക് ഇൻ്റർനാഷണലി തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് നമുക്ക് അവകാശപ്പെടാവുന്ന സ്റ്റേഡിയങ്ങളുണ്ട്, ട്രാക്സ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ ആ ഒരു മേഖലയിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ ശരിക്കും? ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ വിജയൻ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ചേർക്കാനാണ്. സ്പോർട്സ് ആസ് എ കരിയർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ് പ്രോസ്പെക്ട്സ് ഓഫ് സ്പോർട്സ് ചെല്ലുന്നതുകൊണ്ടുള്ള ഒരു വ്യക്തിക്ക് എന്തെല്ലാം, അല്ലെങ്കിൽ ഒരു യുവതിക്ക് എന്തെല്ലാം ഗുണമുണ്ടാകുന്നു. ഇതിനെ നമ്മൾ 3 ഘട്ടത്തിലായിട്ട് കാണാം. ഒന്ന്, സ്പോർട്സ് പങ്കാളിത്തത്തോടെ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന വ്യക്തിത്വ വികസനത്തിന് അല്ലെങ്കിൽ ക്യാരക്ടർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അത് സാർവത്രികമാണ്. ആര് പങ്കെടുത്താലും അവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ. മികവിൻ്റെ ഏത് തലത്തിലെത്തിയോ ഇല്ലയോ എന്നുള്ളത് അതിന് റെസ്പെക്റ്റീവ്, അതനുസരിച്ച് എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ അതാണ് സ്പോർട്സ് ഫോർ ഓൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും കായിക വിനോദം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൻ്റെ തന്നെയാണ് ഇത്. എല്ലാവർക്കും, എല്ലാവരുടെ ഉള്ളിലും ഒരു കായിക താരമുണ്ട്, ആ കായിക ആയിട്ടുള്ള പ്രതിബദ്ധതയുണ്ട്. അതാണ് ശാരീരികമായിട്ടുള്ള ഘടന, അതാണ് മൂവ്മെൻറ്റ് എഡ്യൂക്കേഷൻ. ഒരാളുടെ ശാരീരികമായിട്ടുള്ള ഘടന അനുസരിച്ച് തന്നെ ഒരു പരിധി വരെയുള്ള മൂവ്മെൻറ്റ്സ്, വ്യായാമങ്ങൾ അല്ലെങ്കിൽ ചലനങ്ങൾ ആ വ്യക്തി ചെയ്തേണ്ടിയിരിക്കുന്നു. ആ ചലനങ്ങൾ ചെയ്യാതിരിക്കുന്ന ഇതിലാണ് ഹൈപ്പോകൈനറ്റിക് എന്ന് പറയുന്നത്, ചലനമില്ലായ്മ അവസ്ഥ. അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളാണ് ഹൈപ്പോകൈനറ്റിക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഇന്ത്യ അല്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു സാമൂഹിക ആരോഗ്യ വിപത്ത് തന്നെ ഈ ഹൈപ്പോകൈനറ്റിക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. നമ്മൾ നേരിടുന്ന നമ്മുടെ യുവജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിക്ക് ഏറ്റവും വലിയ പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം കൂടെയാണ് ഈ ചലനമില്ലായ്മ ഉള്ള അവസ്ഥ. കാരണം ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് യുവജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തികച്ചും നല്ല ധാരണയില്ലായ്മയാണ്. അതായത് ചലനമില്ലാതെയുള്ള ജീവിതത്തിനെ ആഡംബരമായിട്ട് ചിത്രീകരിക്കുന്നത്, കാർ ടു കാർപ്പറ്റ് ലൈഫ് സ്റ്റൈൽ. വെളിയിലിറങ്ങുക, കുട്ടികളാണെങ്കിൽ നേരെ പോർച്ചിൽ നിന്ന് കാറിൽ അല്ലെങ്കിൽ സ്കൂട്ടറിൽ കയറി സ്കൂളിലെത്തുക, തിരിച്ചു വരിക, പിന്നെ വീണ്ടും തിരിച്ച് അവിടെ ഈ പറയുന്ന പോലെ ഇൻഫ്രാസ്ട്രക്ചർ, കളിക്കാനുള്ള കളിസ്ഥലമില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഇല്ല, കളി പഠിപ്പിക്കാനുള്ള ആളില്ല, അതിനെപ്പറ്റിയുള്ള മനസ്സിലാക്കാനുള്ള ശാസ്ത്ര വിഷയങ്ങളെ പറ്റിയുള്ള അത് അവരുടെ പാഠ്യവിഷയത്തിനകത്തില്ല.
ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതെല്ലാം കാര്യം തിരിച്ചു വന്നു കഴിയുമ്പോൾ അവർ തീർച്ചയായിട്ടും ആ രംഗത്ത് നിന്ന് ചലനമില്ലാത്ത ഒരു ലോകത്തേക്ക് പോവുകയാണ്. അത് ചലനമില്ലാത്ത ലോകത്ത് അത് ചെയ്യുന്നത് അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്ന് പറയുന്നതാണ് ഈ ഹൈപ്പോകൈനറ്റിക് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതും പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഈ ജങ്ക് ഫുഡും മറ്റുള്ള ഇതോടാകുമ്പം ലഹരി അങ്ങനെയുള്ളതിലേക്ക് ചെന്നെത്തുന്നത് ഇവിടെ ശ്രീ വിജയൻ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അത് വലിയൊരു അത് ഇമ്മ്യൂൺ ചെയ്യുന്ന, അങ്ങനെയുള്ളതിൽ നിന്ന് യുവാക്കളെ ഇമ്മ്യൂൺ ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പം അത് പാർട്ടിസിപ്പേഷൻ, സ്പോർട്സ് ഫോർ ഓൾ എന്നുള്ള ഒന്ന്. രണ്ട്, സ്പോർട്സ് ചെയ്തതിന് ശേഷം ഒരു കരിയർ ആകാനുള്ള എല്ലാവർക്കും ശ്രീ വിജയനെ പോലെ, അഞ്ജുവിനെ പോലെ, അല്ലെ ബാക്കി എത്താൻ ശ്രീജേഷിനെ പോലെ ഒന്നും എത്താൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ അതില്ലാത്തവർക്ക് തന്നെ കായിക രംഗത്ത് നല്ലവണ്ണം ഒരു പരിധി വരെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവൽ അല്ലെങ്കിൽ നാഷണൽ ലെവൽ പാർട്ടിസിപ്പേഷൻ എത്തി അതിൽ കൂടുതൽ പോകാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഇപ്പോൾ സ്പോർട്സ് ഒരു നല്ല കരിയർ ഓപ്ഷനാണ്. ഒട്ടനവധി ജോബ് പ്രോസ്പെക്ട്സ്, കരിയർ ഓപ്ഷൻസ് ഉള്ള പല ഫീൽഡുകളും സ്പോർട്സുമായി അനുബന്ധമായിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്പോർട്സ് മാനേജ്മെൻറ്റ്, സ്പോർട്സ് മാർക്കറ്റിംഗ്, സ്പോർട്സ് ജേർണലിസം ഉൾപ്പെടെ സ്പോർട്സ് അനലറ്റിക്സ്, സ്പോർട്സ് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് മെഡിസിൻ, ഈ സ്പോർട്സ് സയൻസുമായിട്ട് വെക്കുന്ന അനവധി, ഇതെല്ലാം ഒട്ടനവധി ജോലി സാധ്യതകൾ ഉള്ളതാണ്. ഇപ്പം മികവിൻ്റെ തലത്തിൽ എത്തിയിട്ടില്ലാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പം ഇതിലുള്ള ഏതെങ്കിലും ഒരു ഘടകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ അവർക്ക് അവരുടെ ഒരു കരിയർ ഓപ്ഷനായിട്ട് ഒരു കോച്ചായിട്ടോ ഒരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ സ്പോർട്സ് അനലിസ്റ്റായിട്ടോ, ഇപ്പം പ്രത്യേകിച്ച് കോമൺവെൽത്തും ഒളിമ്പിക്സും ഇന്ത്യയിൽ വരികയാണ്, ഇതിലുള്ള സാധ്യതകൾ കൂടും. അതാണ് ഈ മൂന്നാമത്തെ ഇതിൻ്റെ കരിയർ ഓപ്ഷൻസിൻ്റെ ഗുണമാണ് മികവ് തെളിയിക്കുന്നവർക്കുള്ള. അത് ഇപ്പം പറഞ്ഞതനുസരിച്ച് SP വരെ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചു. അതേപോലെ അതിൽ പോയ ഒരാളും, മികവിലെത്തിയ ഒരാളും, ഒരു പരിധി വരെ എത്തിയ ഒരാളും, പ്രത്യേകിച്ച് ഒളിമ്പിക് ഇനങ്ങൾക്ക് ഒരാൾക്കും റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർക്ക് പുരോഗതി, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് കുറച്ചുകൂടി കൂടി വരികയാണ്. അപ്പം ഈ 3 തലത്തിലാണെങ്കിലും ഒരു വ്യക്തി സ്പോർട്സിലേക്ക് ചെന്നെത്തുന്നത് കൊണ്ട് ഗുണമേ ഉള്ളൂ, ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെ ഇതായിട്ട്. രണ്ടാമതായിട്ട് അങ്ങ് സൂചിപ്പിച്ച കാര്യം ഇൻഫ്രാസ്ട്രക്ചർ. ഒരാൾക്ക് ഈ പറയുന്ന കാര്യം അനുസരിച്ച് സ്പോർട്സ് ഫോർ ഓൾ ആകണമെങ്കിൽ 2 കാര്യങ്ങൾ വളരെ അടിസ്ഥാനപരമായിട്ട് വേണ്ടതാണ്. ഒന്ന്, ആക്സസ് ടു ട്രെയിനിങ്, ആക്സസ് ടു ഇൻഫ്രാസ്ട്രക്ചർ. അവർക്ക് കളിക്കാനുള്ള ഒരു കളിസ്ഥലം വേണം. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഈ തിരുവനന്തപുരം സിറ്റിയിൽ താമസിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇവിടെ നേരെ ഇറങ്ങിയാൽ നേരെ മുന്നിൽ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ഉണ്ട്. ഇങ്ങോട്ട് മാറിയാൽ ഇവിടെ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം ഉണ്ട്. പക്ഷേ ഇവൻ നമ്മുടെ ഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതില്ല. ഗ്രാമങ്ങളിൽ ഒരു കളിസ്ഥലമില്ല. അപ്പം പല ഗ്രാമങ്ങളിലും ഇല്ല, പല സിറ്റികളിലും ഇല്ല. അവർക്ക് ചെന്ന് കയറിയാൽ അവിടെ ഇല്ല. സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ സ്കൂളിൽ കളിക്കാനൊരു കളിസ്ഥലമില്ല. അപ്പം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ അഭാവം ഒരു വലിയ ഘടകമാണ്. അപ്പം അതിന് ഒരു പരിഹാരം എനിക്ക് തോന്നുന്നു ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ എത്തിയതുകൊണ്ടാവണം ഇപ്പം എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിസ്ഥലം എന്നുള്ള ഒരു പദ്ധതി ഇപ്പം നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ കളിസ്ഥലം വരികയും, കളിസ്ഥലം വന്നാൽ മാത്രം പോരല്ലോ, ആ കുട്ടികളെ അവിടോട്ട് ആകർഷിക്കണം. അത് ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തി അവർക്ക് സ്കൂളിലും ക്ലബ്ബുകളിലും മറ്റുള്ള കുട്ടികൾ അവിടെ കൊണ്ടുവരണം. അവിടെ പരിശീലിപ്പിക്കാൻ ഒരാൾ വേണം. ഇപ്പോൾ കായിക അധ്യാപകൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവിടെയുള്ള പിന്നെ പഞ്ചായത്ത് ഒരു ട്രെയിനറെ ആക്കിയാൽ, ഇപ്പം ഞങ്ങളുടെ ഖേലോ ഇന്ത്യ സ്കീമുകളുണ്ട്. ഖേലോ ഇന്ത്യ സ്കീമുകളനുസരിച്ചാണ് ഒരു പാസ്റ്റ് ചാമ്പ്യൻ അത്ലീറ്റ് അല്ലെങ്കിൽ പഴയ ഒരു ഇതിലുണ്ടായിരുന്ന ഒരു കായിക താരത്തിന് തന്നെ അവിടെ ഇങ്ങനെയുള്ള ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തിലും അല്ലെങ്കിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതിൽ ഉൾക്കൊള്ളുന്ന എത്ര ജനങ്ങളുണ്ടോ ആ ജനങ്ങൾക്ക്, അവിടുത്തെ യുവജനങ്ങൾക്ക് അവർക്ക് ആവശ്യമെങ്കിൽ അവരുടെ അഭിരുചി അനുസരിച്ച് അവിടെ ഏറ്റവും കൂടുതൽ പ്രഭാവമുള്ള ഏതെങ്കിലുമുള്ള സ്പോർട്സ് ഇനങ്ങളിൽ പങ്കെടുക്കാനുള്ള അടിസ്ഥാന കളിസ്ഥലം. അവർ സ്റ്റേഡിയം ആവണമെന്നില്ല. ഇപ്പം ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം വലിയ സ്റ്റേഡിയമാണ്. സ്പെക്ടേറ്റേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല. കളിസ്ഥലങ്ങൾ, കളിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ അതിൻ്റെ ഒരു മാപ്പിംഗ് വേണ്ടിയിരിക്കുന്നു. അതിങ്ങനെ ചെയ്യുന്നുള്ളതായിട്ടാണ് എനിക്കറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കേരളത്തിൻ്റെ കായിക രംഗത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കൊണ്ടെത്താൻ സാധിക്കും. അടിസ്ഥാന സൗകര്യത്തിന് ഒപ്പം തന്നെ വേണ്ടുന്ന ഒരു കാര്യമാണ് പരിശീലനം. ഇപ്പോൾ ശ്രീ വിജയനൊക്കെ ഈ പരിശീലന മേഖലയിലേക്ക് സംഭാവന ചെയ്യാൻ തയ്യാറുള്ള ആളുകളാണ്. ഏത് തരത്തിലാണ് ഈ കുട്ടികളെ, പുതിയ ടാലൻറ്റുകളെ കണ്ടെത്തി അവരെ പരിശീലിപ്പിക്കാനുള്ള നമ്മുടെ ഒരു ആഗ്രഹത്തിന് എന്താണ് തടസ്സമായി വരുന്നത് പ്രധാനമായിട്ടും? ഇല്ല, ഇപ്പോൾ ഒരു അക്കാഡമിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അക്കാഡമികളെന്ന് പറഞ്ഞാൽ കുറേ അക്കാഡമികളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കുറേ അക്കാഡമികൾ. പുറത്ത് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂരിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം ഒരു ഓഫ് സീസണിലൊക്കെ, സ്കൂളിലെ ഓഫ് സീസണിലൊക്കെയാണ്. ഒരു 2 ആഴ്ച കൊണ്ടൊന്നും ലോകത്തൊരു പ്ലെയറും 2 ദിവസം കൊണ്ട്, ആഴ്ചയിൽ 2 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത ഒരാളും പ്ലെയർ ആയിട്ടില്ല. അല്ല സാറേ? അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അക്കാഡമി തുടങ്ങുന്നത്, പിള്ളേർക്കുള്ള അക്കാഡമി തുടങ്ങുകയെന്ന് വെച്ചാൽ ഒരു റെസിഡൻസ് അക്കാഡമി ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ
ഡെയിലി ക്യാമ്പൊക്കെ കൊടുത്ത് അത് നല്ല കുട്ടികളെ കൊണ്ടുവരാം. പക്ഷെ നമ്മുടെ അവിടെ അതിനുള്ള ആഴ്ചയിൽ 2 ദിവസം അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള സാഹചര്യമുള്ളൂ. ഒന്നാമത് ഇപ്പോൾ നമ്മുടെ അവിടെ ഗ്രൗണ്ട് ഭയങ്കര പ്രശ്നമാണ്, ഇപ്പോൾ സ്റ്റേഡിയങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ പേരിൽ സ്റ്റേഡിയം വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാം ആണ് ഏറ്റവും ഞങ്ങൾക്ക് എൻ്റെ പേരിലൊരു സ്റ്റേഡിയം എന്ന് പറഞ്ഞ IM വിജയൻ സ്പോർട്സ് കോംപ്ലക്സ് കൊണ്ട് വന്നിട്ടുള്ളതാണ്. അതേപോലെ ഈ എല്ലാ സ്റ്റേറ്റിലും ഓരോ സ്റ്റേഡിയങ്ങൾ കൊണ്ടു അതൊക്കെ സ്പോർട്സുകാരുടെ പേരിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനമാണ് അത് കേൾക്കുമ്പോൾ. അപ്പോൾ അവിടെയുള്ള സ്ഥലത്ത് നല്ല നല്ല പിള്ളേരിന് ചെറിയ ഗ്രാസ് റൂട്ടിലുള്ള പിള്ളേർക്ക് ക്യാമ്പ് കൊടുത്ത് അതിലുള്ള കോച്ചസിനെ കൊടുത്ത് ഇപ്പം എൻ്റെ കൂടെ അവിടെ ഗ്രൗണ്ടിൽ എന്തായാലും ടൂർണമെൻ്റ് ഒന്നും വയ്ക്കാൻ പറ്റില്ല, കാരണം അതിനുള്ള ഗാലറി ഇതൊന്നുമില്ല ഈ IM വിജയൻ സ്പോർട്സ് എന്ന് പറഞ്ഞ ആ കോംപ്ലക്സിൽ. അപ്പോൾ അവിടെ നല്ലൊരു ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നല്ലൊരു റെസിഡൻസ് അക്കാഡമി തുടങ്ങിയാൽ അതിന് കുറേ പിള്ളേർ രക്ഷപ്പെട്ട് വരും. ഇതുകൊണ്ട് അവിടെ മറ്റേ ഇതുണ്ട്, ഹോക്കി സ്റ്റേഡിയം ഉണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അതിൻ്റെ ഷട്ടിൽ കോർട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ നല്ല ഒരു അക്കാഡമി തുടങ്ങാൻ പറ്റും ഗവൺമെൻറ്. അത് തുടങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാണ്ട് വേറെ എൻ്റെ ആ ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ ലാലൂർ ഗ്രൗണ്ടിൽ ഒരു ടൂർണമെൻറ്റ് നടത്താൻ പറ്റില്ല. നല്ല നല്ല ടൂർണമെൻറ്റ് നടക്കണം, നല്ല പ്രാക്ടീസിന് കൊടുക്കാം. ഇപ്പോൾ നല്ല നല്ല ടീം അവിടെ വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാനേ പറ്റുള്ളൂ. അതിൽ നല്ലൊരു അക്കാഡമി തുടങ്ങിയാൽ, റെസിഡൻസ് അക്കാഡമി തുടങ്ങിയാൽ കുറേ പിള്ളേർക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. പരിശീലകരുടെ കുറവ് ഒരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ? ഇല്ല സാറേ, ഇപ്പോൾ പ്ലെയേഴ്സിനേക്കാളും കുട്ടികളോടും കൂടുതൽ പരിശീലകരാണ്. കാരണം ഏറ്റവും ഇപ്പോൾ ഈ ലൈസൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് C ഉണ്ട്, B ഉണ്ട്, ആൻഡ് അപ്പോൾ D എടുത്ത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ തന്നെ കോച്ചായി. ഇപ്പോൾ ഏറ്റവും അധികം കോച്ചസാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഇന്ന് ഒരു ഡിസ്ട്രിക്ട് കളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ കോച്ചാണ്. മനസ്സിലായി? ആളുകളുടെ എണ്ണമല്ല ഒരു ക്വാളിറ്റിയിൽ ഇപ്പോൾ ക്വാളിറ്റി കുറവാണ്, അതാണ് ഉണ്ടായിരുന്ന ഒരു ആ തരത്തിൽ. ഇപ്പോൾ നമ്മൾ ഫുട്ബോളിന് എടുക്കുകയാണെങ്കിൽ അതിനുശേഷം അങ്ങനെ പേര് പറഞ്ഞാൽ അറിയുന്ന കോച്ചുമാർ നമുക്ക് ഉണ്ടോ? എനിക്ക് സംശയമാണ്. പിന്നെ കോച്ചസിന്റെ ഇത് അതെന്താണെന്നറിയോ, ഞാനൊക്കെ മനസ്സിലാക്കിയത്, ഞാൻ ചാത്തൂർ സാറ് പ്രൊട്ടക്റ്റാണ്. കാരണം നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കണ ആളെ നല്ലത് കാണിച്ചു കൊടുക്കണം. ചാത്തൂർ സാറിന് കാണിച്ചു തരുന്ന ക്വാളിറ്റി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൗണ്ട് ബോൾ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുക. ഇപ്പോൾ പഠിപ്പ് കൂടിയിട്ടുള്ള പ്രാക്ടീസാണ്, അതുകൊണ്ടാണ് ഒന്നും കാണിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള കോച്ചസ് കുറവാണ്. കാരണം എനിക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇപ്പോൾ എനിക്ക് പിള്ളേർക്ക് കാണിച്ചു അതല്ലേ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പറഞ്ഞു കൊടുത്തിട്ട് ഈ ബോൾ ഇങ്ങനെ എടുത്ത് പോകുന്നു പറഞ്ഞേക്കാൾ നല്ല നമുക്ക് ഇങ്ങോട്ട് അടിച്ച് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അല്ല ഡ്രൈവ് അടിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് അടിക്കും ഉള്ളിൽ പറ്റുള്ളൂ. അതൊക്കെ കാണിച്ചു തരാൻ പറ്റിയ കോച്ച് ആവും ചാത്തൂർ സാറൊക്കെ. അതുകൊണ്ടാണ് നമ്മളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പഠിച്ചതൊക്കെ അവരെ. ഈ പറഞ്ഞതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോയിന്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ വേൾഡ് ഓവർ എടുക്കുകയാണെങ്കിൽ ഫുട്ബോൾ മാനേജേഴ്സ് അല്ലെങ്കിൽ കോച്ചുമാരായിട്ട് നമ്മൾ അറിയപ്പെടുന്ന എല്ലാവരും അവരുടെ ചെറുപ്പകാലത്ത് മൈതാനത്ത് ഇറങ്ങി കളിച്ചവരാണ്. ഇപ്പോൾ ഈ കാർലോ ആഞ്ചലോട്ടി ആയാലും പെപ് ഗാർഡിയോള ആയാലും അവരെല്ലാം ഈ കളിക്കളത്തിൽ നിന്ന് ഒരു പരിശീലകരായി മാറിയവരാണ്. അപ്പം നമ്മളുടെ നാട്ടിലെ ഈ കളിക്കളത്തിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തേണ്ടത് ഒബ്വിയസ്ലി അത് നിർബന്ധമായും വേണ്ടതാണ്. പക്ഷെ അവർക്ക് ഒരു നെക്സ്റ്റ് ജനറേഷനെ നർച്ചർ ചെയ്യാനുള്ള ഒരു സൗകര്യം സിസ്റ്റത്തിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ടോ? ഈ കോച്ചിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം പോലെ തന്നെ ഇത് ഏറ്റവും തുടങ്ങുന്നത് ഗ്രാസ് റൂട്ട് അല്ലെങ്കിൽ ഈ പ്രൈമറി. ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ പ്ലേ സ്കൂൾ, പിന്നെ അത് കഴിഞ്ഞ് പ്രൈമറി, അപ്പർ പ്രൈമറി, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, പിന്നെ അതിനുശേഷം ഗ്രാജുവേഷൻ, അണ്ടർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ. ഈ ഒരു ശ്രേണിയിലാണല്ലോ പോകുന്നത്. ഇതേ ശ്രേണി തന്നെ കായിക പരിശീലനത്തിനുള്ളതാണ്. ആദ്യം നമ്മൾ എൻട്രി ചെയ്യുന്നത് ഒരു ഗ്രാസ് റൂട്ടിലാണെങ്കിൽ ഗ്രാസ് റൂട്ടിൽ നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് കോച്ച് വേണ്ട. ഇപ്പം ശ്രീ വിജയൻ ജോസ് ഇവിടെ പറഞ്ഞു ചാത്തുണ്ണി മാഷ് അദ്ദേഹത്തിനെ പറ്റി. അദ്ദേഹത്തിൻ്റെ പരിശീലനം, അദ്ദേഹത്തിൻ്റെ കോച്ചിങ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശ്രീ വിജയൻ്റെ ഒക്കെ ലെവലിലുള്ളവരുടെ അവിടെ ചെന്നെത്തുമ്പോഴാണ്. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് ട്രെയിനേഴ്സിനെയാണ് ആവശ്യം. അതാണ് ഈ പറയുന്ന ലെവൽ കോഴ്സിങ്, ABCD എന്ന് പറയുന്ന കോച്ചസ് ഏറ്റവും താഴെ ശ്രേണിയിലുള്ള ഗ്രാസ് റൂട്ടിലുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ കോച്ച് മതി. പിന്നെ അത് കഴിഞ്ഞ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലേക്ക് എത്തി. അത് ഈ പറയുന്ന അപ്പർ പ്രൈമറി അല്ലെങ്കിൽ
ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, പിന്നെ സെക്കൻഡറി, ഹയർ സെക്കൻഡറി. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന അധ്യാപകനല്ലല്ലോ നമ്മളുടെ അതിനുശേഷം ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കുകയോ അല്ലെ സെക്കൻഡറിയിൽ പഠിപ്പിക്കുക. അതനുസരിച്ച് ഈ ലെവൽ മാറുന്നതനുസരിച്ച് ഈ കോച്ചസിൻ്റെ തന്നെ നിലവാരവും അവരുടെ കഴിവും അവരുടെ പരിചയവും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള ചിട്ടയായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് പാത്വേ ആണെങ്കിൽ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതാണ്, ഗ്രാസ് റൂട്ടിൽ തുടങ്ങി എലീറ്റിലെത്തുന്ന രീതിയിലുള്ള ഒരു കോച്ചിങ് പാത്വേ ആണ് പല ആധുനികമായി പറഞ്ഞിട്ടുള്ള പിന്നെ ഇപ്പം ഫുട്ബോളിലുള്ള ഏറ്റവും ടോപ്പിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണെങ്കിൽ അവരെല്ലാം അങ്ങനെയുള്ള ക്ലബ് ലെവലിൽ നിന്ന് മുകളിലെത്തുന്ന ടോപ്പ് ലെവലിലുള്ള കോച്ചസ് പറഞ്ഞാൽ ഏറ്റവും വലിയ ക്ലബ്ബുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കിടമത്സരമാണ്. അപ്പോൾ ആരെങ്ങോട്ട് പോകുന്നു എന്നുള്ളത് അത് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുമ്പോഴാണ്. പക്ഷേ ഗ്രാസ് റൂട്ട് ഈ എല്ലാ തലങ്ങളിലും ശ്രദ്ധിക്കാനായിട്ടുള്ള കോച്ചസ് പരിശീലകർ വേണം. ആ തലത്തിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും പാടില്ല. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കണ്ടിട്ടുള്ള വേറൊരു പ്രവണത എന്ന് പറയുന്നത് ഈ വളരെ ചെറിയ ഇതിൽ തന്നെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ വളരെ ഏറ്റവും ആധുനിക പരിശീലനം നൽകി അവരെ പ്രിമച്യൂറായിട്ട് അവരെ ബേൺ ഔട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ട്, പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ. അവരുടെ ഇത് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ അവരുടെ ബേൺ ഔട്ട് ആവുക. ഒരാളുടെ സ്ട്രക്ചേർഡ് പാത്വേ ആണെങ്കിൽ അവരുടെ പീക്ക് പെർഫോമൻസ് എത്തുന്നത് അവരുടെ 20 ശേഷം 20 ഇപ്പോൾ ഫുട്ബോൾ മേജർ ഗെയിംസിലാണെങ്കിൽ 20, 21, 22 അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ പീക്ക് പെർഫോമൻസിലെത്തുന്നത്. അതിന് താഴെ വെച്ച് തന്നെ ഇവരെ കൊണ്ട് ബേൺ ഔട്ട് ചെയ്യിച്ചിട്ട് അല്ലെങ്കിൽ അത് പരിശീലനത്തിലുണ്ടാവുന്ന ഒരു വലിയ പാകപ്പിഴയാണ്. അതൊരു പലപ്പോഴും നമ്മുടെ ഇവിടെ സ്കൂൾ സ്പോർട്സിനകത്ത് കണ്ടുവരുന്ന ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. ഇത് പലപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കാരണം പ്രിമച്യൂറായിട്ട് ഒരാളിനെ മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ അയാളെ ഇഞ്ചുറികളിലെത്തും. അവർക്ക് പിന്നെ അവരുടെ നല്ല ഭാവിയുള്ളതാണെങ്കിൽ അത് പല ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തന്നെ സ്കൂൾ നിലവാരത്തിൽ വളരെ നല്ല പ്രതിഭയായിട്ട് കണ്ട് സ്കൂളിൽ ഈ സ്റ്റേറ്റ് ലെവൽ സ്കൂൾ മീറ്റിലൊക്കെ കണ്ടതിന് ശേഷം സ്കൂളിന് ശേഷം ആളിനെ പറ്റി ഒരു അറിവുമില്ല. ഇതൊരു വലിയ നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ പറയുന്നതിനകത്ത് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രക്ചേർഡ് പാത്വേയിൽ പോകണം. ഗ്രാസ് റൂട്ടിൽ നിന്ന് തുടങ്ങി ഇത് എലീറ്റ് ലെവലിൽ ചെന്നെത്തുന്ന രീതിയിലുള്ള ഒരു സയൻറ്റിഫിക്കായിട്ട് ഡിസൈൻ ചെയ്ത ഒരു കോച്ചിങ് സിസ്റ്റം വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തെ പോലെ തന്നെ നമുക്ക് സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്കൂൾ മീറ്റുകളെ കുറിച്ചും സ്പോർട്സ് ആൻഡ് ഗെയിംസ് മത്സരങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ പറയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരുന്നു സ്കൂൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഒരു കാലം വരെ. ഇപ്പോൾ അതിൻ്റെ ഒരു ഫെയിമിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന അത്ലറ്റുകളുടെ എണ്ണത്തിന് അവരുടെ ക്വാളിറ്റിക്കൊക്കെ വലിയ തോതിൽ കുറവുണ്ടായിട്ടില്ല. ഇപ്പോൾ നാഷണൽ റെക്കോർഡ്സ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് കേരളത്തിലെ അത്ലറ്റ്സ് ആയിരുന്നു എല്ലാ ഇവൻറ്റ്സിൻ്റെയും റെക്കോർഡ് ഹോൾഡേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി വരുവാണോ? കേരളത്തിൽ അങ്ങനത്തെ ഒരു ഡിറ്റീറിയേഷൻ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാണുന്നത് നമ്മുടെ സ്കൂൾ മീറ്റുകളാണ്. എത്ര സ്കൂളുകൾ അവരുടെ സ്കൂളുകളിൽ സ്കൂൾ സ്പോർട്സ് മീറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ കായികാധ്യാപകർ ഇല്ലാത്ത അവസ്ഥ ആയതുകൊണ്ട് അവർക്ക് പരിശീലിക്കാനും അവർക്ക് ഏതെങ്കിലും ഒരു കായിക രംഗത്തേക്കുള്ള പരിശീലനം നേടാനും കളിക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്താണെങ്കിൽ ഞാൻ അവിടെ സ്വദേശം പന്തളമാണ്. അവിടെ അടുത്തൊരു സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഏത് സമയം നോക്കിയാലും ആ ഗ്രൗണ്ടിൽ ഒരു 100-200 കുട്ടികൾ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കാണാം. ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ താരതമ്യേന കുറവാണ്. കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് പോകാൻ സമയമില്ല. അപ്പം നമ്മൾ അതുകൊണ്ടുണ്ടാകുന്ന കുഴപ്പമെന്ന് പറയുന്നത് സ്കൂൾ തലത്തിലുള്ള സ്പോർട്സ് രംഗം ശുഷ്കിച്ചു പോകുന്നു. ജില്ലാതല മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജില്ലാതല മത്സരങ്ങളിലേക്ക് ഓരോ വർഷവും ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കായിക രംഗത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ അത്ലറ്റിക്സ് കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം കേരളത്തിൽ നിന്നുള്ള കളിക്കാരുടെ പ്രാതിനിധ്യം നോക്കിയാൽ കാണാം. അതിൻ്റെ പ്രത്യേകിച്ച് അത്ലറ്റിക്സിൽ അത് വളരെ വളരെ ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടുന്നതെന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ അടിസ്ഥാനപരമായിട്ടുള്ള ഇതായിട്ടുള്ള സ്കൂൾ തലത്തിലുള്ള കായിക രംഗത്തിനെ വീണ്ടും നമ്മൾ പുനർജീവിപ്പിക്കണം. ജില്ലാതലത്തിലുള്ള ക്ലബ്ബ് തലത്തിലുള്ള കായിക രംഗം വീണ്ടും പുനർജീവിപ്പിക്കണം. അതിനുള്ള പദ്ധതികളുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു നയപരമായിട്ടുള്ള തീരുമാനങ്ങളും അത് വളരെ ടോപ്പ് ലെവലിൽ നിന്ന് തന്നെയുള്ള നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പരിഹാരം കാണാവുന്നതാണ്. ഫുട്ബോൾ പോലുള്ള
ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ടൂർണമെൻറ്റുകളുടെ എണ്ണം ഇപ്പോൾ ശ്രീ വിജയനൊക്കെ കളി തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഒരുപാട് ടൂർണമെൻറ്റുകളുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ ചാക്കോളയുണ്ട്, നാഗ്ജിയുണ്ട്, അതുപോലെ തിരുവനന്തപുരത്ത് വന്നാൽ ഈ ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിൽ നടന്നിരുന്ന ടൂർണമെൻറ്റുകളുണ്ട്. ഇങ്ങനെ 11s തന്നെ പറയണം. ഈ ഇപ്പം നമ്മൾ കാണുന്ന മലബാറിൽ കാണുന്ന 7സിൻ്റെ കാര്യമല്ല പറയുന്നത്. ഈ ടൂർണമെൻറ്റുകളുടെ നടത്തിപ്പ് ഓൾമോസ്റ്റ് ഇല്ലാതായത് കേരളത്തിൽ, ഈ ലീഗ് അല്ലാതെ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എന്നുള്ള സ്ഥിതി ഉണ്ടല്ലോ. എത്രത്തോളം അത് ഈ ഫുട്ബോളിനെ ബാധിച്ചു? നമ്മുടെ കേരളത്തിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത്, കേരള പോലീസൊക്കെ കളിക്കുന്ന സമയത്ത് ഏറ്റവും അധികം ടൂർണമെൻറ്റ് കളിച്ചിട്ടാണ് നമ്മളെ എല്ലാവരും മനസ്സിലാക്കി, പേപ്പറിലൊക്കെ വന്നിട്ട്. അന്ന് ഇതേമാതിരി ടി വിയിലൊന്നും കളി കാണിക്കണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പോൾ ഞാനായാലും പാപ്പച്ചനായാലും സത്യേട്ടനായാലും ഷർഫിലായാലും കുര്യേഷ് മേത്തി ആയാലും അവരൊക്കെ അറിയുന്നത്, ഇപ്പം കേരളം അറിയുന്നത് അവർ അന്ന് കളിച്ചിട്ടുള്ള ടൂർണമെൻറ്റുകൾ അത്ര അധികമായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് വരെ കളി ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉദാഹരണം ജേഴ്സിയിൽ ഞാൻ കളിക്കുമ്പോൾ അവിടെ ഇന്ദർ സിംഗ് എന്ന് പറഞ്ഞ പ്ലെയർ ഉണ്ട്, ഇന്ത്യയുടെ ടോപ്പ് പ്ലെയറാണ്. ഇന്ദർ സിംഗും പിന്നെ പർമിന്ദർ സിംഗ് ഒക്കെ ഉണ്ട്, സുഖീന്ദർ ഉണ്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറയണം, കേരളത്തിൽ ഞങ്ങൾ ജേഴ്സി ടീം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ 2 മാസം 3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡൽഹിയിൽ ഡൂറൻ്റ് കളിക്ക് എത്തുള്ളൂ എന്ന്. അപ്പം അത്രയും ടൂർണമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഇപ്പോൾ ഒരു ISL, ഒരു I ലീഗ്, എല്ലാ പ്ലേയേഴ്സിനും ഡിപ്പാർട്ട്മെൻറ്റിൽ ഇഷ്ടംപോലെ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവർക്കൊന്നും ISL I ലീഗ് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ടൂർണമെൻ്റ് ഉള്ള സമയത്താണെന്ന് വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഓപ്പോസിറ്റ് കൂടുതലാണ് കളിക്കുക. ഇപ്പം നമ്മുടെ അവിടെ നാട്ടിൽ മലയാളീസ് മറ്റുള്ള, ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ആദ്യം നമ്മളൊക്കെ കളിക്കുമ്പോൾ ചുരുങ്ങിയതൊരു 7 പേരൊക്കെ ഫസ്റ്റ് റൗണ്ട്, 11 പേരൊക്കെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്യാമ്പിലുണ്ടായ സമയത്ത്. പിന്നെ നമ്മളൊക്കെ കണ്ടിന്യൂസ് ഇന്ത്യ കളിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ആ സമയത്ത് കോച്ചസിന് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കോച്ചസിന് കളിയാണെങ്കിൽ അവർക്ക് ടൂർണമെൻറ്റ് കാണാൻ പോകാൻ മതിയായിരുന്നു. ഇപ്പോൾ ഒരു ISL ഇപ്പോൾ ടി വിയിൽ ഇരുന്നാലും കാണാം, അല്ലേ, I ലീഗ് ഇരുന്നാലും കാണാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ പ്ലേയേഴ്സിന് ഏറ്റവും ടാലൻ്റുള്ള പ്ലേയേഴ്സ്, ഞാൻ എപ്പോഴും പറയുന്നത് കൽക്കട്ടയെക്കാളും ഗോവയെക്കാളും ഏറ്റവും ടാലൻ്റുള്ള പ്ലേയേഴ്സ് കേരളത്തിലാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഒരു കളിച്ചു ഡെയിലി ക്യാമ്പ് ഓരോ ഇതായിട്ട്. ഇപ്പോൾ ഞാൻ പോലീസിന് ഇപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. വേറെ ടൂർണമെൻറ്റ് കളിക്കുമ്പോൾ പുറത്തു പോയിട്ടൊന്നും ടൂർണമെൻറ്റ് കളിക്കാം. അപ്പോൾ കേരളത്തിൽ ടൂർണമെൻറ്റ് അന്നത്തെ പോലെ ഇന്നില്ല. അതുകൊണ്ട് പ്ലേയേഴ്സിന് മടുപ്പോടാണ്. എപ്പോഴും പ്രാക്ടീസ് ഉണ്ട്, ഓരോ ദിവസം പ്രാക്ടീസ് വലിയ വേറൊന്നുമില്ല. അപ്പോൾ ടൂർണമെൻ്റ് ഇല്ലാത്ത വലിയൊരു അപാകത തന്നെയാണ് നമ്മുടെ കേരളത്തിൽ. ഇപ്പം നമ്മൾ ഈ ഒരു ഡിസ്കഷൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഓഡിയൻസിന് ആർക്കെങ്കിലും ഇവരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം. എക്സ്ക്യൂസ് ഒരു സെക്കൻഡ് ശ്യാമൻ, നമുക്ക് ഇനി 10 മിനിറ്റാണ് ബാക്കിയുള്ളത്. അപ്പോൾ വളരെ ചുരുക്കി ഉത്തരം പറയാൻ കൂടുതൽ സമയം കിട്ടുന്ന തരത്തിൽ ചോദ്യം ചുരുക്കുക. ഓക്കെ. ഇപ്പോൾ ബംഗ്ലാദേശ് മറ്റ് പ്ലേയേഴ്സിനെ, ഓവർസീസ് പ്ലേയേഴ്സിനെയൊക്കെ എടുത്ത് ടീം ശക്തിപ്പെടുത്തുന്നതായിട്ട് സാറിനെ സൂചിപ്പിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ റയാൻ വില്യംസിനെ പോലുള്ള IS കളിക്കുന്ന കുറച്ച് പ്ലേയേഴ്സിനെ കൂടി എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതി വ്യാപകമാക്കി നടപ്പിലാക്കാൻ പറ്റുമോ സാറിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പാസ്പോർട്ടിന് നമുക്കും അവരെ കളിപ്പിക്കാം, ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കാം. കാരണം അവരും അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ പൗരത്വം കൊടുത്തിട്ടാണ് കളിപ്പിക്കുന്നത്. നമ്മുടെ അവിടെ ഇപ്പോൾ ഖത്തർ ടീമിൽ ഇപ്പോൾ കണ്ണൂരുള്ള ഒരു മലയാളി നാഷണൽ ടീമിൽ ക്വാളിഫൈ ചെയ്തപ്പോൾ, വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്തപ്പോൾ നാഷണൽ ടീമിൽ മലയാളി ഉണ്ട്. പക്ഷെ ആളാവാൻ ജനിച്ചു വളർന്നൊക്കെ അവിടെയാണ്, പക്ഷെ കണ്ണൂക്കാരനാണ്. അവന് നമ്മുടെ അടുത്ത് ഇന്ത്യൻ പാസ്പോർട്ടിന് തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ ടീമിൽ അവനെ കളിപ്പിക്കാം. അപ്പോൾ അങ്ങനത്തെ 2-3 പ്ലേയേഴ്സിന് എടുത്താൽ തീർച്ചയായിട്ടും എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. വേൾഡിൽ ഒരുവിധം ഫ്രാൻസ് ആയാലും മറ്റൊക്കെ ഒന്ന് മൈഗ്രേറ്റ് ചെയ്ത് കളിപ്പിക്കുന്നതാണ്. അപ്പം നമുക്കും അത് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. നമസ്കാരം. വിജയേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിക്കും കേരളത്തിന്, ഇന്ത്യയിൽ നിന്നുള്ള കളിക്കാരായിരുന്നു ഈ കേരളത്തിൽ നിന്നുള്ള കളിക്കാരായിരുന്നു ഒരു സമയത്ത് ഇന്ത്യയിലെ മെയിൻ കളിക്കാർ. അത് ഫുട്ബോൾ ആയിരുന്നാലും, അത് വോളിബോൾ ആയിരുന്നാലും, അത്ലറ്റിക്സ് ആയിരുന്നാലും, ഏത് മേഖലയിലും
വിജയേട്ടനെ പോലെ, ഷറഫ് അലി സാറിനെ പോലെ, അതുപോലെ തന്നെ സത്യേട്ടൻ, പാപ്പച്ചൻ സാറൊക്കെ യൂറോപ്യൻ ലീഗ് കളിക്കുന്നവരെ നമ്മൾ അങ്ങനെ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അത് കണക്ക് തന്നെ ഈ വോളിബോളിൻ്റെ കേസ് വന്നാലും കപിൽ ദേവ് വരെയുള്ള കളിക്കാർ, അത്ലറ്റിക്സിൽ PT ഉഷ വരെയുള്ള കളിക്കാർ, അതിനുശേഷം ഇതുപോലുള്ള ഇവരൊക്കെ വലിയ കോച്ചിങ്ങിൻ്റെ വലിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു ബാല്യകാലമൊന്നും ഉണ്ടായിരുന്ന ആൾക്കാരല്ല. അവിടുന്ന് വളരെ ഓർഗാനിക്കായിട്ട് സ്വാഭാവികമായിട്ട് കളിച്ച് മുൻനിരയിലേക്ക് വന്നിട്ട് പിന്നീട് ദേശീയ തലത്തിൽ പോയിട്ട് നമ്മുടെ നാടിന് അഭിമാനം ഉണ്ടാക്കിയ ആൾക്കാരാണ്. ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലും നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെയുള്ള കളിക്കാർ എല്ലാ മേഖലയിലേക്കും കടന്നു വരുമ്പോൾ കേരളത്തിന് വളരെ വലിയൊരു പിന്നോക്കം പോകലില്ലേ എന്നൊരു സംശയമുണ്ട്. കായിക രംഗത്ത് കേരളത്തിൻ്റെ സാധ്യതകൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അങ്ങനെയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ കൂടുതൽ സൗകര്യം ഉള്ളപ്പോൾ കേരളത്തിൻ്റെ സാധ്യതകൾ കുറയുകയാണോ? എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളതാണ്. ഇത് ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് മികവുള്ള താരങ്ങൾ ഇല്ല എന്നുള്ളതല്ല, മികവുള്ള താരങ്ങൾ നമ്മളുടെ കായിക രംഗത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതിൽ രണ്ട് ഭാഗത്തുണ്ട്. ഇപ്പം ശ്രീ വിജയൻ്റെ നിലവാരത്തിലുള്ളതും അല്ലെങ്കിൽ പാപ്പച്ചൻ്റെയോ ആ നിലവാരത്തിലുള്ള പ്ലേയേഴ്സ് ഇന്നുമുണ്ട്. പക്ഷേ ഇവരെ കൊണ്ടുവന്ന് ഇവരെ എത്തിക്കാനുള്ള ഇവരെ എന്തുകൊണ്ടോ ഈ കായിക രംഗത്തേക്ക് എത്തുന്നില്ല. അവർ വന്നു കഴിഞ്ഞാൽ തന്നെ പണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഏറെ മെച്ചപ്പെട്ട പദ്ധതികളും പരിപാടികളും ഇപ്പം സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗത്താണെങ്കിലും ഫെഡറേഷൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റുമുണ്ട്. പക്ഷേ നമുക്ക് ഈ മികവുള്ള കളിക്കാർ കളിക്കളത്തിലേക്ക് വന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവർ സ്പോർട്സ് അവരുടെ മേഖലയായിട്ട് തിരഞ്ഞെടുത്ത് അതിലേക്ക് വന്നെത്താതിരിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണുള്ളത്. അതിൻ്റെ പരിഹാരമാണ് ആലോചിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള അതിൻ്റെ രണ്ട് വിഷയമാണ് എൻ്റെ പരിഹാരമായിട്ട്. ഒന്ന്, പാഠ്യവിഷയത്തിൻ്റെ ഭാഗമാക്കുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ കുട്ടികൾക്കും അവരുടെ അഭിരുചി അനുസരിച്ച് അവരുടെ കായിക രംഗത്ത് എന്തെല്ലാം മികവുകളുണ്ടെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടും. രണ്ട്, പഞ്ചായത്ത് തലത്തിൽ കളിക്കളങ്ങളും മറ്റും വരുന്നതോടനുബന്ധിച്ച് അവിടെ ഒരു പരിശീലനം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന പോലുള്ള കുരുന്നു താരങ്ങൾക്ക് തന്നെ അവിടെ വന്നിട്ട് അവരുടെ മികവ്, അവരുടെ ഈ പ്രതിഭ മനസ്സിലാക്കാനും അവിടെ നിന്ന് മുന്നോട്ട് ചെന്ന് എത്തിക്കാനും ഉള്ള ഒരു ഇതുണ്ടാകും. പക്ഷേ നമുക്ക് ഇതിനെല്ലാം ആത്യന്തികമായിട്ട് വേണ്ട സ്വയം മോട്ടിവേഷനാണ്. കുട്ടിക്ക് തന്നെ ഒരു തോന്നണം, കായിക രംഗത്ത് എനിക്ക് വരണം, അതിൽ ഭാവിയുണ്ട്, ഞാൻ അതിലേക്ക് വരണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇപ്പം ഈ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വേറെ മറ്റുള്ള പ്രൊഫഷനിലേക്ക് ഓറിയൻറ്റഡ് ആയിട്ട് അധ്യയനത്തിൽ മാത്രം ഫോക്കസ് പോകുന്ന ഒരു പ്രവണത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് മാറ്റം ഉണ്ടാവേണ്ടതാണ്. അതിന് ബോധവൽക്കരണവും കൂടുതൽ കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികളുമാണ് നമുക്ക് ആവശ്യം. ഒരാൾ കൂടി സാറേ, നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി സ്റ്റേഡിയങ്ങളുണ്ട്. അതുപോലെ തന്നെ സിന്തറ്റിക് സ്റ്റേഡിയങ്ങളുണ്ട്. അവിടെയൊന്നും യഥാസമയം വിനിയോഗിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇപ്പോൾ ഇല്ല. കാരണം പല സ്റ്റേഡിയങ്ങളിലും കളിക്കാൻ പോകുമ്പോൾ അടച്ചിടുകയാണ്. SKF എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി അവരുടെ മേൽനോട്ടത്തിലാണ് ഈ സംഗതികൾ നടക്കുന്നത്. മുമ്പ് അതുണ്ടായിരുന്നില്ല. ഏത് കുട്ടികൾക്ക് എപ്പോഴും പോയിട്ട് സ്റ്റേഡിയത്തിൽ പോയി കളിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിലൊരു മാറ്റം വരുത്താൻ വേണ്ടി സാർ ഒന്ന് ശ്രമിക്കണം. രണ്ടാമത്, നമ്മളെ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ അക്കാഡമികൾ, കോച്ചിങ് കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ തലശ്ശേരിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 6-7 സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അതിൽ സാറ് ഉണ്ടാക്കിയിട്ടുള്ള സായി സ്റ്റേഡിയം, ധർമ്മടം, ചിറക്കുൻ, പാലയാട് ഒരു സ്റ്റേഡിയം ഉണ്ട്, തലശ്ശേരിയിലുണ്ട്. എല്ലാം സിന്തറ്റിക് സ്റ്റേഡിയങ്ങളാണ്. അവിടെ ഇതേപോലത്തെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കളിക്കാൻ വരാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. അവർക്ക് യഥാസമയം പ്രോത്സാഹനം കൊടുക്കാനും അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കോർഡിനേഷൻ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നു വന്നാൽ നമുക്ക് സ്പോർട്സിൽ, ഫുട്ബോളിൽ ഉൾപ്പെടെയുള്ള ഒരു വളർച്ച ഉണ്ടാവും. അതിന് ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. ഒരാൾ കൂടി കൈവയ്ക്കണം. ഓക്കെ, നമുക്ക് രണ്ട് മിനിറ്റ് കൂടി നമുക്ക് ബാക്കിയുള്ള ചുരുക്കിച്ചത്. നമസ്കാരം, ഞാൻ ജയ്പാലനാണ്, കൊല്ലത്തുനിന്നാണ്. ഇപ്പോൾ ഇവിടെ സെറ്റിൽ ചെയ്തതാണ്. എൻ്റെ ചെറുപ്പകാലത്ത് കൊല്ലം പല ടൂർണമെൻറ്റും നടത്തിയിട്ടുണ്ട്. സന്തോഷ് ട്രോഫി വരെ ആ സമയത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് മിസ്റ്റർ IM വിജയൻ്റെ സമയത്തിന് മുമ്പുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായ പ്ലെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ജോർജ് മുത്ത്, നജീബ്, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഏറ്റവും ഇപ്പം വളരെ സൂക്ഷിച്ചു പോയി. ഈവൻ ഒരു 20 വർഷം മുമ്പ് ഞാൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കളിക്കുമായിരുന്നു. ആ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ രൂപയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസം കഴിയുമ്പോഴത്തേക്കും പല പ്രശ്നങ്ങളും പല സംഭവങ്ങളും ചെയ്യുന്നു. ആ ഉഴുതു മറിക്കുകയാണ്. അതൊരു കാര്യം. പിന്നെ ഏറ്റവും നമുക്ക് ആലോചിക്കണം, നല്ലൊരു സ്പോൺസർഷിപ്പിന് ഇവിടെ കിട്ടുന്നില്ല ഒന്നിനും. പണ്ട് നാഗ്ജി ഉണ്ടായിരുന്നു, ചക്കോള ഉണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ക്രിക്കറ്റ് മതി,
ഈ ക്രിക്കറ്റും ഫുട്ബോളുമായിട്ടുള്ള വ്യത്യാസം, ഫുട്ബോൾ വെറും 90 നിമിഷം കൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും സ്പിരിച്വലായിട്ടും ഭയങ്കര പുരോഗമനം ഉണ്ടാവും. അത് മാത്രമല്ല, ഫുട്ബോൾ വിൽ ക്രിയേറ്റ് എ വെരി ഗുഡ് ലീഡർ ആൻഡ് വെരി ഗുഡ് ടീം മെമ്പർ. ക്രിക്കറ്റിൽ അങ്ങനത്തെ സംഭവം വരുന്നതേ ഇല്ല. ഒരു ഇൻഡിവിജ്വൽ ചോദ്യത്തിലേക്ക് വരാമോ? അതെ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുക. ലൈക്ക് ലുലു ഉണ്ട്, അതുപോലെ വൻ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്. അവരുടെ സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ കുറേ നന്നായിരിക്കും. അതുമാത്രമല്ല, ഈ സിലബസ് ഹൈലി അക്കാഡമിക് ഓറിയൻറ്റഡ് ആണ്. സ്പോർട്സിന് യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. ഇതൊന്ന് ആലോചിച്ചാൽ കൊള്ളാം. താങ്ക് യു. ഒരാളുകൂടി ഉണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ ഈ സെഷൻ അവസാനിപ്പിക്കാം. ചോദ്യമായി ചോദിക്കാൻ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് സ്റ്റേഡിയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ പാലക്കാടാണെങ്കിലും നമ്മുടെ ആലപ്പുഴയിലാണെങ്കിലും. പക്ഷെ ഇവിടെയൊന്നും ഈ സ്റ്റേഡിയങ്ങൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ കൊച്ചി അടക്കമുള്ള സ്റ്റേഡിയങ്ങളിൽ സ്പോർട്സ് ഇതര പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇത്തരം പെർസ്പെക്റ്റീവ്സ്, അതുപോലെ സ്പോർട്സിൽ ചില സമയങ്ങളിൽ അനാവശ്യമായിട്ട് പൊളിറ്റിക്സിന്റെ ഇടപെടൽ കാണുന്നുണ്ട്. ഈ ഒരു പെർസ്പെക്റ്റീവ്, അതുപോലെ ഈ ക്രിക്കറ്റ് ഒഴികെയുള്ള മറ്റുള്ള കായിക ഇനങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല. ഇപ്പോൾ ISLന്റെ കാര്യം തന്നെ ഈ ഒരു വർഷം വളരെ മോശം അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഇത്തരം പെർസ്പെക്റ്റീവ് മാറാതെ പൂർണ്ണമായിട്ട് ഒരു സ്പോർട്സ് ഡെവലപ്മെന്റ് സാധ്യമാവുമോ? ആരോടെ ചോദ്യം? ആരെ മറുപടി പറയേണ്ടത്? സർ മറുപടി പറഞ്ഞാൽ മതി. ഈ 3 ചോദ്യങ്ങളും താരതമ്യേന ഒരേ തരത്തിലുള്ള വിഷയമാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് മുകുന്ദൻ സാർ പറഞ്ഞു തന്നെ, അതേ സ്റ്റേഡിയങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം അവിടെയുള്ള പ്രത്യേകിച്ച് നാട്ടുകാർക്ക് കിട്ടുന്നില്ല. അത് ഒരു ഏറ്റവും പ്രസക്തമായ വിഷയമാണ്. തീർച്ചയായിട്ടും നമുക്കുള്ള സ്റ്റേഡിയങ്ങൾ തന്നെ പരമാവധി കൃത്യമായിട്ട് വിനിയോഗിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പോംവഴി എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ, ഈ ഇരിക്കുന്ന ഇടം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിഹാര മാർഗം, നിയമനിർമ്മാണം. നമുക്ക് കേരളത്തിൽ ഏറ്റവും ആദ്യം സ്റ്റാറ്റ്യൂട്ടുള്ള സ്പോർട്സ് സ്റ്റാറ്റ്യൂട്ടറി വിഷയമാണ് കേരളത്തിൽ. ഒരു ബിൽ ഇതിൽ പാസ്സാക്കി ഇതേ നിയമസഭ വെച്ച് തന്നെ സ്പോർട്സ് സ്റ്റാറ്റ്യൂട്ടറിയായി അതൊരു സ്റ്റാറ്റ്യൂട്ടറി വിഷയമായിട്ട് തന്നെയാണ് ഇവിടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് ഈ കളിസ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അത് ഏത് ആളിൻ്റെ അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആരുടെ പരിധിയിൽ അവരുടെ കയ്യിലുള്ളതാണെങ്കിൽ തന്നെയും അത് കളിക്കാർക്ക് തുറന്നു കൊടുക്കേണ്ട ഒരു നിയമനിർമ്മാണം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ പരിഹാരമായിട്ട് കാണാം. പിന്നെ അവിടെ പരിശീലന പദ്ധതികൾ ഉണ്ടാകാമെന്നുള്ള അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവിടെയുള്ള മറ്റുള്ള മറ്റു സംവിധാനങ്ങളും കൂടെ ഒന്നിച്ചാലോചിച്ച് അവിടെ ഏത് തരത്തിലുള്ള പഞ്ചായത്ത് തലത്തിലുള്ള സ്റ്റേഡിയം ആണെങ്കിൽ പഞ്ചായത്ത് മുൻഗണന എടുക്കണം, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി മുൻഗണന അതെടുക്കണം, ജില്ലാ തലത്തിലുള്ളതാണ് ജില്ലാ കളക്ടർ, സായിയുടെ ഇതിലുള്ള സ്റ്റേഡിയം ആണെങ്കിൽ സായിയുടെ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്, ധർമ്മടത്തുള്ള സ്റ്റേഡിയം നമ്മുടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട്, ബ്രണ്ണൻ കോളേജിൻ്റെ സ്റ്റേഡിയത്തിന്. അപ്പം അവിടെയുള്ള ആ സ്റ്റേഡിയം അതാത് മാനേജ്മെൻറ്റ് കമ്മിറ്റി അതാത് തലങ്ങളിലെടുത്ത് അവിടെ തന്നെ ആ പരിശീലനത്തിനുള്ള സമ്പ്രദായങ്ങൾ പരിശീലനത്തിലുള്ള ഇതുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് പരിഹാരം ഉണ്ടാകും. നിയമനിർമ്മാണം മാത്രമേ ഇതിലൊരു വിഷയമുണ്ട്. ഇത് ഞാൻ തന്നെ പറഞ്ഞതില്ല, എൻ്റെ ഒരു ഇതിനകത്തുള്ള പരാമർശത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ പന്തളത്ത് പഠിച്ച ആളാണ്. പന്തളം സ്കൂളിലും അവിടെ കോളേജിലും ആണ് പഠിച്ചത്. ആ കോളേജിൻ്റെ ഗ്രൗണ്ട് പോലും ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ സങ്കടം തോന്നുന്നു. കാരണം അത് മുഴുവൻ കാടായിട്ട് കിടക്കുകയാണ്, അതിനകത്തോട്ട് ആളിനെയും കയറ്റിയില്ല. പക്ഷേ ഇതിനകത്ത് എന്ത് പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റ്യൂട്ട് അതൊരു ലീഗലായിട്ടുള്ള പോംവഴി അല്ലെങ്കിൽ ഒരു ഒരു നിയമനിർമ്മാണത്തിൽ കൂടെ മാത്രമേ ഇതിന് പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇതിന് തന്നെ ഇപ്പം രണ്ടാമത്തെ സൂചിപ്പിച്ച കാര്യം സെൻട്രൽ സ്റ്റേഡിയം ഒട്ടുമുള്ള മറ്റ് സ്പോർട്സ് നോൺ സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിന് കൊടുക്കുന്നതായിട്ടുള്ള കാര്യം. അപ്പം അതിൻ്റെ പരിഹാരം തന്നെ ഇതിന് ഇതായിട്ട് വരും. നോൺ സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിന് കൊടുക്കുന്നതിനുള്ള ഉപാധികൾ വെക്കണം. അത് അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ സ്പോർട്സിന് മുൻഗണന കൊടുത്തുകൊണ്ട് മറ്റേതിന് ഇത് സ്പോർട്സ് ആക്ടിവിറ്റീസിന് ഇല്ലാതിരിക്കുന്ന സമയങ്ങൾ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും അതിൽ പ്രത്യേകിച്ച് ഉപാധികൾ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ക്രിക്കറ്റും ഫുട്ബോളുമായിട്ടുള്ള ആ ഒരു താരതമ്യം അത് നമുക്ക്, കാരണം അതൊരു കൺസ്യൂമർ റിലേറ്റഡ് ആണ്. അത് ആർക്കാണോ ക്രിക്കറ്റിന് താല്പര്യം അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുട്ബോൾ താല്പര്യമുള്ളവർ ഫുട്ബോളിലേക്ക് വരും. പക്ഷേ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇത് ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ
ഏത് ഇഷ്ടമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തികളുടെ താല്പര്യമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അത് നമുക്കൊന്നും അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ രണ്ടിനും തുല്യ പ്രാധാന്യമാണ് ഗവൺമെൻറ് കാണുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും അത് ഇപ്പം ക്രിക്കറ്റ് കൂടെ ഒളിമ്പിക് ഇനമായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നുന്നു ഡോക്ടർ കിഷോറിൻ്റെ ഈ വാക്കുകളോട് ഒരു കൺക്ലൂഡിങ് റിമാർക്സ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു ഫോർ ടേണിംഗ് അപ്പ് ഇൻ ഡീസൻറ്റ് നമ്പേഴ്സ് ആൻഡ് ലിസണിങ് ത്രൂ ഔട്ട്. താങ്ക്സ് എ ലോട്ട്.